നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. കേരള സർക്കാർ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്റ്റുഡന്റ് സഭയിൽ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ കുട്ടികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും അതിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ മറുപടി പ്രസംഗവും ശ്രദ്ധേയമായി. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നടന്ന സ്റ്റുഡന്റ് സഭയുടെ സമഗ്ര കവറേജിലേക്ക് എല്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും മെമ്പർമാരുടെയും സഹായത്തോടു കൂടി ഭൗതിക വികസനം വിദ്യാലയത്തിൽ പുരോഗമിക്കുന്നുണ്ട്. 3 കോടിയുടെ UP ബിൽഡിംഗ് പണി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചു. ഹയർ സെക്കൻഡറിക്ക് 2 കോടിയുടെ ബിൽഡിംഗ് അനുവദിച്ചു. മോഡൽ സ്കൂൾ ആവുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സ്റ്റുഡൻറ് സഭ ആയിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും ഞങ്ങളുടെ അടുത്ത ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾ സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകിയ ചോദ്യാവലികൾ വീടുകളിൽ മുതിർന്ന അംഗത്തോട് ചോദിച്ച് അറിഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ ഇതിൽ സഹകരിക്കുകയുണ്ടായി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി തന്ന് എല്ലാ രീതിയിലും വിജയകരമാക്കി ഞങ്ങൾക്ക് തന്നത് ജനങ്ങൾ തന്നെയാണ്. ഓരോ വീടുകളിലെയും ആളുകളെ ഞങ്ങൾ എടുത്തു പറയുന്നു. ഈ സർവേയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ചേലക്കര പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ബസ് സർവീസ് പല സ്ഥലത്തും എത്തുന്നില്ല എന്ന പരാതികൾ ചെറുതായി അവർ പറയുകയുണ്ടായി. ചേലക്കരയിലെ പ്രധാന വരുമാന മാർഗമാണ് കൃഷി. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്തതും വിപണന സൗകര്യം ലഭിക്കാത്തതും അതുപോലെ തന്നെ വന്യജീവികളുടെ തുടർച്ചയായ ആക്രമണവും കൃഷിക്ക് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കൃഷിക്കാർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജലസേചന സംവിധാനം ഇല്ലാത്തതും കൃഷിക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് കർഷകരിൽ നിന്ന് അറിഞ്ഞു. അതിന് പരിഹാരമായി പല കർഷകരും പറഞ്ഞത് അസുരംകുണ്ട് ഡാമിൽ വെള്ളത്തിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജലസേചന സൗകര്യവും കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമുണ്ടാവുമെന്നും പ്രദേശവാസികളായ കർഷകരിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞു. അതുപോലെ തന്നെ മിക്ക പ്രദേശങ്ങളിൽ നിന്നും പറഞ്ഞൊരു കാര്യമാണ് തോന്നൂർക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരോട് കൂടിയ സൗകര്യവും ലാബ് സൗകര്യവും കിടത്തി ചികിത്സ എന്നിവ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും കായിക താരങ്ങൾക്കും കായിക പരിശീലനത്തിന് ആവശ്യമായ ഗ്രൗണ്ട് സൗകര്യം ലഭ്യമല്ല അടുത്തൊന്നും എന്ന് കുറേ വീട്ടിൽ നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞവർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും തൊഴിലവസരങ്ങളുടെ ലഭ്യതക്കുറവിനെ പറ്റിയും പരാതി രൂപേണ അവർ പറയുകയുണ്ടായി. കുറഞ്ഞ സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കും APL കാർഡ് ലഭിച്ചതിനാൽ റേഷൻ കടയിൽ നിന്നും അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നില്ല. സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് കാർഡ് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ പരാതികളല്ലാതെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഗുണങ്ങളെ പറ്റിയും അവർ ഞങ്ങളോട് പറഞ്ഞു. കോവിഡിനെ തുടർന്ന് മരണപ്പെട്ട ആളുകളുടെ വീട്ടുകാർക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും സഹായം ലഭിച്ചെന്നും 2018 പ്രളയത്തിൽ ദുരിതമനുഭവിച്ച കുടുംബങ്ങൾക്ക് സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ലഭിച്ചെന്നും അവർ അറിയിച്ചു. പഞ്ചായത്തിൽ നിന്നുമുള്ള കുടിവെള്ള പദ്ധതികൾ എല്ലാ വീട്ടിലും ലഭ്യമാകുന്നുണ്ടെന്നും അത് അവർക്കൊരു വേനൽക്കാലത്ത് അവർക്കൊരു സഹായമാണെന്നും അവർ പറഞ്ഞു. പഞ്ചായത്തിലെ അംഗനവാടികളുടെ നിലവാരം ഉയർന്നിട്ടുണ്ടെന്നും കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് എത്തുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളുടെ സേവനം തൃപ്തികരമാണെന്നും അവർ പറയുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ പോയി വീടുകളിൽ ചെന്ന് ചോദ്യാവലി സമർപ്പിച്ചപ്പോൾ അവർ തന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത മേഖലകളിൽ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര. എങ്കിലും പല മേഖലകളിലും ഇനിയും പുരോഗതികൾ നമ്മുടെ മണ്ഡലം കൈവരിക്കേണ്ടതായിട്ടുണ്ട്. ചേലക്കരയെ എടുത്തു പരിശോധിച്ചാൽ പ്രധാന ജീവിതമാർഗം കൃഷി തന്നെയാണ്. ഇളനാട്ടിലെ പച്ചക്കറി കൃഷി, വരവൂരിലെ കൂർക്ക, മുള്ളൂർക്കരയിലെ നേന്ത്രവായ ഇവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി വിഭവങ്ങളെ കേടുവരാതെ സൂക്ഷിക്കുന്നതിനും അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിനും ആവശ്യമായ സജ്ജീകരണങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് കൃഷിക്കാർക്ക് സഹായകരമാകും. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നെല്ലുൽപാദനം മോശമല്ലാത്ത വിധത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കുത്തി അരിയാക്കി നമുക്ക് തന്നെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ആലോചിക്കുന്നത് നന്നായിരിക്കും. സമൂഹ ജീവിതത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ജന്മന ചില വൈകല്യങ്ങളുള്ള നമ്മുടെ സഹോദരങ്ങൾ. ഒന്ന് തൊട്ടുണർത്തിയാൽ അവരുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ സമൂഹത്തിന്റെ നന്മയ്ക്കായും അവരുടെ മാനസിക ഉല്ലാസത്തിനായും നമുക്ക് ഉപയോഗിക്കാം.
അവർക്ക് ആവശ്യമായ പരിചരണം, വൈദ്യസഹായം, വിദ്യാഭ്യാസം, അവരുടെ പുനരുദ്ധാരണം എന്നുവേണ്ട അവർക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതാക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ കാലശേഷം അവരുടെ ജീവിതം തികച്ചും സുരക്ഷിതമാകുന്നതിന് ആവശ്യമായ സെന്ററുകൾ എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകുന്നത് നന്നായിരിക്കും. ടൂറിസത്തിന് നമ്മുടെ മണ്ഡലത്തിൽ നിരവധി സാധ്യതയാണ് ഉള്ളത്. ഒരു മേഖലയാണ് എളനാട് പോലെയുള്ള ആദിവാസികൾ താമസിക്കുന്ന പ്രദേശം. അസുരം കൊണ്ട് പോലെ മനോഹരമായ ഇക്കോ ടൂറിസത്തിന് ഇണങ്ങുന്ന പ്രദേശം. കാടിൻ്റെ എല്ലാ സാധ്യതകളെയും നെഞ്ചിലേറ്റിയ പരക്കാട് പോലെയുള്ള പ്രദേശങ്ങൾ. നിളയുടെ തീരം തൊട്ട് തലോടി പോകുന്ന ദേശമംഗലം, വരവൂർ പഞ്ചായത്തുകൾ. കേരള കലാമണ്ഡലം പോലെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ. പാടവും പുഴയും സംഹരിക്കുന്ന വാഴാലിക്കാവ്, വെള്ളച്ചാട്ടത്തിൻ്റെ നാടായ എളനാട് മേഖല. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ നിരവധി പ്രദേശങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ അജൈവ മാലിന്യങ്ങളുടെ ശേഖരം ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. എന്നാൽ വീടുകളിലെയും ഹോട്ടലുകളിലെയും മറ്റു ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ജൈവവളം നിർമ്മിക്കാനുള്ള പരിശീലനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാം. സബ്സിഡി നിരക്കിൽ വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാക്കണം. അതുവഴി നമുക്ക് പാചകവാതകത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുവാൻ ചെയ്യും. ഞങ്ങളുടെ വാർഡുകളിലെ പൊതു റോഡുകളെല്ലാം നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാണ്. എന്നാൽ ഉൾപ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ള റോഡുകളുടെ അവസ്ഥ വളരെയധികം ശോചനീയമാണ്. അത് സഞ്ചാരയോഗ്യമാക്കണം. വനപ്രദേശമായതുകൊണ്ട് രാത്രിയിൽ യാത്ര സുഖകരമാക്കാൻ വേണ്ടി സ്ട്രീറ്റ് ലൈറ്റ് അത്യാവശ്യമാണ്. മലയോര പ്രദേശമായതുകൊണ്ട് വന്യജീവികൾ കൃഷികൾ നശിപ്പിക്കുന്നു. അത് തടയാനായി സോളാർ ഫെൻസിംഗ് ആവശ്യമായി വരുന്നുണ്ട്. കൂടുതൽ പേരും കുടുംബശ്രീയിൽ അംഗങ്ങളാണെങ്കിലും സ്വയം തൊഴിൽ പദ്ധതികളുടെ അഭാവം അനുഭവപ്പെടുന്നു. അത് പരിഹരിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രദേശത്ത് LP, UP, HS സ്കൂളുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഒരു ഹയർ സെക്കൻഡറി അത്യാവശ്യമാണ്. അംഗനവാടിയോടനുബന്ധിച്ച് ജീവിതശൈലി രോഗനിർണയ ക്ലിനിക് ആവശ്യമായി വരുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കരാട്ടെ പോലെയുള്ള ആയോധന കലകളുടെ സൗജന്യ പരിശീലനം കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 12ാം വാർഡിലുള്ള കണ്ടംകുളം വൃത്തിയാക്കുകയും സുരക്ഷാ വേലി കെട്ടി സുരക്ഷ ഉറപ്പാക്കുകയും വേണം. 11ാം വാർഡിലുള്ള പൂളക്കുണ്ടിലേക്ക് പോകുവാൻ നല്ലൊരു വഴിയും സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനായി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്താൽ ചേലക്കരയുടെ സ്വന്തം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യാം. 12ാം വാർഡിലുള്ള ആനപ്പാറയും വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാവുന്നതാണ്. 3 വാർഡുകളിലുമായി സ്ഥിതി ചെയ്യുന്ന തരിശ ഭൂമികളിൽ കൃഷി ചെയ്യാൻ ആവശ്യമായ സൗകര്യം ഉറപ്പാക്കണം. ചേലക്കര എന്ന ഈ നിയോജക മണ്ഡലം പ്രധാനമായി നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം എന്നീ മേഖലകളിലാണ്. പ്രാഥമിക വിദ്യാഭ്യാസം, ഉന്നതതല വിദ്യാഭ്യാസവും മലയോര പ്രദേശമായ ചേലക്കരയിലെ ഓരോ കുഞ്ഞിലേക്കും എത്തിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ചേലക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂൾ, കോളേജ് എന്നിവയിലൂടെ സാമൂഹ്യ വികസനം കൈവരിച്ചു വരികയാണ് നാം. എല്ലാവർക്കും പ്രാപ്തമായതും തുല്യതയുള്ളതും ഗുണമേന്മയുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ചേലക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന ചേലക്കരയിലെ ഗവൺമെന്റ് ഹെൽത്ത് കെയർ സെന്ററും ചേലക്കരയുടെ ആയുർവേദ ആശുപത്രിയും ജന ആരോഗ്യ മേഖലയിൽ നാം കൈവരിച്ച മികച്ച നേട്ടങ്ങളാണ്. സ്റ്റുഡന്റ് സഭയുടെ നേതൃത്വത്തിൽ വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ സർവേയിൽ ലഭിച്ച കുറച്ച് നിർദ്ദേശങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. മാലിന്യ സംസ്കരണം, തൊഴിലില്ലായ്മ, വായനശാല സൗകര്യം, യാത്രാ സൗകര്യം എന്നിവയാണ് ജനങ്ങൾ കുറച്ചെങ്കിലും ഉന്നയിച്ച പ്രശ്നങ്ങൾ. ചേലക്കരയിൽ ഇത്രയും ചേലുള്ളതാക്കി വികസനോന്മുഖമാക്കിയതിൽ ഒരു മന്ത്രി നമുക്കുണ്ടായതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം. ഈ ചുരുങ്ങിയ പ്രശ്നങ്ങളെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ദൂരീകരിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി മന്ത്രിയുടെ വിശിഷ്ട സാന്നിധ്യത്തിൽ ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. സ്റ്റുഡന്റ് സഭ എന്ന പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനിക്കുന്നു. സ്റ്റുഡന്റ് സഭ എന്നും കുട്ടികൾ നാടിനൊപ്പമുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുമുണ്ട് ഈ നാടിന്റെ നന്മയ്ക്ക്. നന്ദി, നമസ്കാരം. ഞാനിവിടെ പോളിടെക്നിക്കിലാണ് പഠിക്കുന്നത്, ചേലക്കര. ഒപ്പം തന്നെ ഞങ്ങൾക്ക് MBA കിട്ടിയ കാര്യം ഒന്ന് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. MBA സെലക്ഷൻ കിട്ടി. അതുപോലെ ഈ റിപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ 10 വിദ്യാർത്ഥികൾ ചേർന്ന് 3 ടീമായിട്ട് 3 വാർഡുകളിലാണ് പോയത്. 18, 19, 20. അപ്പോൾ ഇതിപ്പോൾ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ഒന്ന് ചുരുക്കി പറയാം. മെയിനായിട്ട് 5 പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആശുപത്രി, കുടിവെള്ളം, കളിക്കാനായിട്ടൊരു മൈതാനം, ഒപ്പം തന്നെ കാർഷിക മേഖല. ഇനി സാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ
ഒരു 40-60 വയസ്സ് ഇതിനിടയിൽ പെട്ട ജനങ്ങളാണ് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇത്തിരി പഴയ ആൾക്കാരാണ്. ഇവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ അറിയാം. പക്ഷെ ഞങ്ങൾ പോകുന്ന എല്ലാ വീട്ടിലും ഇവർ തൊഴിലില്ലാണ്ടിരിക്കുകയാണ്. അതായത് തൊഴിലില്ലായ്മയാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സംരംഭങ്ങളുടെ കുറവാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അത് ചെയ്യാൻ പറ്റിയ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ഒരു പക്ഷേ സംരംഭങ്ങൾ കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുകയും അവിടെ കൂടുതൽ വികസനം കൊണ്ടുവരികയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ ആശുപത്രിയുടെ കാര്യം. അവരെന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പോലും ആശുപത്രിയിൽ തക്കതായിട്ടുള്ള വികസനം ഇല്ല. കൂടുതൽ നേഴ്സുമാരോ ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അതൊരു വികസനമായിരിക്കും. പിന്നെ പറയാനുള്ളത് ഈ 19-ാം വാർഡ് എന്ന് പറയുന്നത് എന്താ പറയുക, കാർഷികപരമായിട്ട് ഭയങ്കര ഭംഗിയും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് കാണാനും ഒന്ന് വിശ്രമിച്ചിരിക്കാനും ഒക്കെ എന്താ പറയുക ഒരു വിനോദയാത്ര സഞ്ചാരമാക്കി മാറ്റാൻ കഴിയുന്നൊരു നാടാണ് നമ്മുടെ ഈ 19-ാം വാർഡ് എന്നൊക്കെ പറയുന്നത്. 19, 18, 20 വാർഡും 3 വാർഡുകളതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു വിനോദസഞ്ചാര ആ പാതയിലേക്കൊന്ന് എത്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റോഡിൻ്റെ പ്രശ്നമായാലും എല്ലാം പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് എല്ലാം ശരിയാക്കും. കാരണം പുറത്തുനിന്നുള്ളവർ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ആ നാട്ടിനൊന്ന് വികസിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം കേരളം എന്നത് കായികപരമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ഒരു നാടാണ്. നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് വരണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് വിദ്യാർത്ഥികൾക്ക് കളിക്കാനായി ഒരു മൈതാനമാണ്. എന്നാൽ അവിടുത്തെ കുട്ടികൾ കളിക്കുന്നത് ആശുപത്രിയുടെ മുന്നിലുള്ള മൈതാനത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലും അവിടുന്ന് അവരെ ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പകരം അവിടെ ഒരുപാട് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം മാറ്റി അവിടേക്ക് ഒരു ഗ്രൗണ്ട് പണിത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ചാലക്കരയിൽ തന്നെ ഏറ്റവും മികച്ച നാടായി ഈ വാർഡുകൾ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന സ്റ്റുഡൻറ് സഭയ്ക്കും പിന്നെ ഈ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നന്ദി പറയുന്നു. കാരണം അന്ന് അവർ ഒരുപാട് സഹായിച്ചു. അവർക്കും എൻ്റെ വക നന്ദി പറയുന്നു. അതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ ഈ പോളിടെക്നിക് IIT പോലുള്ള കോളേജുകളിലെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് ചേർത്ത് ഈ നാട്ടിൽ ഒരുപാട് ടെക്നിക്കലായിട്ട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം. പഞ്ചായത്ത് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തണമെന്നും സ്കൂളിലെ ശുചിത്വ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ രീതികളെ പരിചയപ്പെടുത്താനായി അധ്യാപക പരിശീലനം നൽകണമെന്നുമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. പഞ്ചായത്ത് പരിധിയിൽ സർക്കാർ അധീനതയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുതകുന്ന ഉപരിപഠന സ്ഥാപനങ്ങൾ അത്യാവശ്യമാണെന്ന അഭിപ്രായം സർവേയിൽ ഉയർന്നു വന്നു. ഭാവി തലമുറയെ 21-ാം നൂറ്റാണ്ടിലെ നൈപുണികൾ ആർജിച്ചെടുക്കുന്നതിന് സജ്ജമാക്കുന്ന രീതിയിൽ വൈജ്ഞാനിക തലത്തിലുള്ള വികസനത്തിനു പുറമെ വൈകാരികവും സാമൂഹികവുമായ വികാസം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള SEL അധിഷ്ഠിത പാഠ്യപദ്ധതി വികസിപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കൊഴിഞ്ഞുപോയവർക്കും വേണ്ടി എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്നതും നല്ലതായിരിക്കും. അതേ രീതിയിൽ തന്നെ ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ള കുട്ടികൾക്കായി നമ്മുടെ പഞ്ചായത്തിൽ ഒരു പുതിയ ബഡ് സ്കൂൾ നിർമ്മിക്കുന്നതും നല്ലതായിരിക്കും. പഞ്ചായത്തിൽ വിവിധ പഠന കേന്ദ്രങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ വിവരശേഖരണം നടത്തി ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അതുപയോഗിച്ച് മറ്റു കുട്ടികളിലേക്ക് വിവിധ പഠനാവസരങ്ങളെക്കുറിച്ചും അഡ്മിഷൻ സംബന്ധമായ സംശയങ്ങളെക്കുറിച്ചും വ്യക്തിഗത സഹായം നൽകുകയും ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ മേഖലയായി കാർഷിക മേഖല, വനം, വന്യജീവി, പരിസ്ഥിതി. പഞ്ചായത്തിലെ കൂടുതൽ കുടുംബങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കാട്ടുമൃഗങ്ങളായ പന്നി, കുരങ്ങ്, മയിൽ എന്നിവയുടെ ശല്യം കൃഷിയുടെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയാകുന്നുവെന്ന് പരാതി ഉന്നയിച്ചിരുന്നു. കൃഷിക്കാവശ്യമായ ജലം ലഭ്യതക്കുറവ്, നിലവിലുള്ള ജലലഭ്യത സ്ഥിരമായി നിലനിർത്തുന്നതിന് ചെക്ക് ഡാം നിർമ്മിച്ച് കാർഷിക മേഖലയിലെ സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തികൾ ചെയ്യണമെന്നും അഭിപ്രായപ്പെട്ടു. നെൽപ്പാടങ്ങൾ തരിച്ചിടൽ, നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, വാഴകൃഷി വിപണിയുടെ അസ്ഥിരത എന്നിവയൊക്കെ ഈ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളാണ്. വിളകളെ കൂട്ടായി സംരക്ഷിക്കുന്നതിനും വ്യക്തിഗത കർഷകരുടെ ഭാരം കുറയ്ക്കുന്നതിനും വന്യജീവികൾക്കെതിരായി മൊത്തത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഒരു പ്രദേശത്തെ സംയോജിപ്പിച്ച് സോളാർ ഫെൻസിംഗ് സംവിധാനം നടപ്പിലാക്കുക. കൂട്ടുകൃഷിക്കായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവ് സാധ്യമാക്കുകയും ഉയർന്ന മൂല്യമുള്ള വിപണനത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക. ഹരിതഗൃഹത്തിന് ഊർജം പകരാൻ സൗരോർജ്ജവും മറ്റു പാരമ്പര്യേതര സ്രോതസ്സുകളും ഉപയോഗിക്കാവുന്നതാണ്. വ്യവസായം, തൊഴിൽ. തൊഴിലില്ലായ്മ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേരെ ഈ സർവേ നടത്തുന്നതിലൂടെ കണ്ടുമുട്ടാനിടയായി. പ്രത്യേകിച്ച് സ്ത്രീകളായിരുന്നു. സ്ത്രീകൾക്ക് ഏതെങ്കിലും കൈത്തൊഴിലുകൾ പഠിപ്പിക്കുവാനും സ്വന്തമായി വരുമാനം സമ്പാദിക്കുവാനും അതുവഴി സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാനും ആവശ്യമായ തൊഴിലവസരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കൂടുതൽ തൊഴിൽ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ
കുടുംബശ്രീ യൂണിറ്റുകളിൽ ഉൾപ്പെടുത്തണമെന്നും വീട്ടുകാർ അഭിപ്രായപ്പെട്ടു. ചെറുകിട വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ ബ്രാൻഡിംഗ് വിപണന തന്ത്രങ്ങളെക്കുറിച്ചുള്ള ശില്പശാലകൾ നൽകുക. കരകൗശല തൊഴിലാളികളെ അവരുടെ തനതായ ഉൽപ്പന്നങ്ങൾ ഫലപ്രദമായി പ്രോത്സാഹിപ്പിക്കുന്നതിനെ ശാക്തീകരിക്കുക. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള കൈത്തൊഴിലുകളായ മൺകലം നിർമ്മിക്കൽ, പുൽപ്പായ നിർമ്മാണം, കളിമൺ പാത്ര നിർമ്മാണം എന്നിവ പോലുള്ള ചെറുകിട വ്യവസായങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനുമായി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് സൃഷ്ടിക്കുക. CSR സംരംഭങ്ങളിലൂടെ കോർപ്പറേറ്റ് പങ്കാളിത്തം ആകർഷിക്കുക. അവിടെ കമ്പനികൾക്ക് അവരുടെ സാമൂഹിക ഉത്തരവാദിത്വ ശ്രമങ്ങളുടെ ഭാഗമായി ചെറുകിട വ്യവസായങ്ങളുടെ ബ്രാൻഡിങ്ങിനെ പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയും. ടൂറിസം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കു പറ്റിയ മൊടവാര ഡാമും കണ്ണമ്പാറ ചോലയും കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നും റെയിൽവേ അടിപ്പാത വന്നാൽ കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കുമെന്നും ആളുകൾ അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് പരിധിയിലെ പല പ്രദേശങ്ങളും വിനോദസഞ്ചാരത്തിന് ഉതകുന്നതാണെങ്കിലും അവയുടെ സംരക്ഷണ പ്രവർത്തികൾ ചെയ്യാത്തതുമൂലം അസുരൻകുണ്ട് ഡാം, മൊടവാര ഡാം, കണ്ണമ്പാറ ചോല എന്നിവ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. കേരള കലാമണ്ഡലം, ഭാരതപ്പുഴ, മറ്റ് പൈതൃക സ്ഥലങ്ങൾ എന്നിവയുടെ ഗൈഡഡ് ടൂറുകൾ ഉൾപ്പെടുന്ന സാംസ്കാരിക അനുഭവ പാക്കേജുകൾ വികസിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ആഴത്തിലുള്ള അനുഭവം നൽകുന്ന പാക്കേജിൽ വള്ളത്തോൾ മുതൽ BKN വരെ നീളുന്ന ടൂറിസം ഇടനാഴി സൃഷ്ടിക്കുക. വിനോദസഞ്ചാരികൾക്ക് അവരുടെ മൊത്തത്തിലുള്ള സാംസ്കാരിക അനുഭവം മെച്ചപ്പെടുത്തിക്കൊണ്ട് പ്രാദേശിക രുചികളും പ്രത്യേകതകളും ആസ്വദിക്കാനുള്ള അവസരം നൽകുന്ന രീതിയിലേക്ക് പഞ്ചായത്തിൽ ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്രദമാക്കുക. അടുത്തത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം. SC കോളനികളിൽ അഭ്യസ്ത വിദ്യരായവർ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അറിവില്ലായ്മ കാരണം പലപ്പോഴും PSC പോലുള്ള മത്സര പരീക്ഷകൾ എഴുതാൻ സാധിക്കാതെ വരുന്നു. അതിനാൽ പഞ്ചായത്ത് തലത്തിൽ അവർക്കായി PSC കോച്ചിംഗ് സെന്ററുകളും സഹായക യൂണിറ്റുകളും ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം, നീറ്റ്, PSC തുടങ്ങിയ കോച്ചിങ്ങുകളും സ്ഥാപിക്കുകയാണെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കുടിവെള്ളം. സർവേ നടത്തിയ വാർഡുകളിൽ പലയിടങ്ങളിലും വേനൽക്കാലത്ത് മാത്രമാണ് കുടിവെള്ള പ്രശ്നം അനുഭവപ്പെടുന്നത്. പല ഭാഗങ്ങളിലും കുടിവെള്ള പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും ആയത് ഫലപ്രദമായ രീതിയിൽ പ്രവർത്തനം നടത്താത്തതിനാൽ കുടിവെള്ളം കിട്ടുന്നില്ല എന്ന പരാതി പ്രദേശവാസികൾ അറിയിക്കുകയുണ്ടായി. എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി APL BPL പരിഗണിക്കാതെ ഉൾപ്പെടുത്തലും തുല്യമായ പ്രവേശനവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാട്ടർ റീചാർജിംഗ് സബ്സിഡി പ്രോഗ്രാം നടപ്പിലാക്കുക. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന സൗകര്യങ്ങൾ കൂട്ടായി നടപ്പിലാക്കുന്നതിനും പരിപാലിക്കുന്നതിനും സബ്സിഡികൾ ഉപയോഗപ്പെടുത്തി ജല റീചാർജിംഗ് പദ്ധതികളിൽ സഹകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. പഞ്ചായത്തിൽ പ്രധാന ശുദ്ധജല സ്രോതസ്സുകളായ കിണറുകളെ 6 മാസത്തിലൊരിക്കൽ ക്ലോറിനേറ്റ് ചെയ്ത് സംരക്ഷിക്കേണ്ടതുമാണ്. ഗതാഗതം. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾക്കായി പല റോഡുകളും പൊളിച്ചിട്ടത് മൂലം യാത്രയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായും കുട്ടികൾക്കും മുതിർന്നവർക്കും വയോധികർക്കും യാത്രാ ദുരിതം അനുഭവപ്പെടുന്നുണ്ടെന്നും സർവേയിൽ ആളുകൾ രേഖപ്പെടുത്തി. പലയിടങ്ങളിലും തെരുവിളക്ക് ഇല്ലാത്തതുകൊണ്ട് രാത്രി കാലങ്ങളിലെ ഗതാഗത സൗകര്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതായും പ്രദേശവാസികൾ അറിയിച്ചു. പ്രളയ സാഹചര്യം കണക്കിലെടുത്ത് പഞ്ചായത്തിലെ കാനകളെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ പണിയേണ്ടത് അനിവാര്യമാണ്. കുടിവെള്ള പദ്ധതികൾക്കായും മറ്റും വെട്ടിത്തെളിച്ചിട്ട റോഡുകൾ പഴയ രീതിയിൽ ഗതാഗത പ്രാപ്തമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും. മുള്ളൂർക്കര പഞ്ചായത്തിലെ 6ഓളം വാർഡുകളിൽ 180 വീടുകളോളം ഞങ്ങൾ സർവേ നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ ഒരുപാട് പേരുമായി കോൺവെർസേഷൻ നടത്തിയതിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ തെരുവുനായ ശല്യം, ആശുപത്രി വികസനം, മാലിന്യ സംസ്കരണം, കുടിവെള്ള പ്രശ്നം അങ്ങനെയുള്ളവയാണ്. ഇത്തരമുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ മുള്ളൂർക്കര നിവാസികൾക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്കും സാഹചര്യം ഉറപ്പുവരുത്താമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരമൊരു പദ്ധതിയുടെ ഭാഗമാവാൻ സാധിച്ചുമ്പോൾ നമ്മുടെ നാട് മാത്രമല്ല ഉന്നതിയിലെത്തുന്നത്, മറിച്ച് ഒരു വിദ്യാർത്ഥി സമൂഹവും അവരിലുള്ള പൗരബോധവും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സിലൂടെ നമ്മുടെ നാടിനെ മുന്നിലേക്ക് നയിക്കുന്ന ഈ പദ്ധതിക്ക് ഞാൻ വ്യക്തിപരമായും എൻ്റെ മഹാജുബിലി കോളേജിൻ്റെ പേരിലും അതുപോലെ മുള്ളൂർക്കര പഞ്ചായത്തിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു.
ജനങ്ങൾക്കിടയിൽ നിന്നും വന്ന മറ്റു അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. പാർപ്പിടം, മാലിന്യ സംസ്കരണം. പാർപ്പിട പ്രശ്നത്തിനായി ഭവന നിർമ്മാണത്തിൻ്റെ തുടർ പ്രവർത്തനത്തിന് വേണ്ട ധനസഹായങ്ങൾ നൽകുക എന്നതും മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്ത് തലത്തിൽ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും ഹരിതകർമ്മസേന അംഗങ്ങൾ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്ന രീതി നടപ്പിലാക്കുക എന്ന അഭിപ്രായമാണ് ഉയർന്നു വന്നത്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ പഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജനങ്ങൾക്കിടയിലൂടെ അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനും സാധിച്ചു. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റുഡൻറ് സഭയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇതിനെല്ലാം അവസരം ഒരുക്കിയ പാർലമെൻ്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻറ് സഭ കേരളത്തിലെ മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. സ്റ്റുഡൻറ് സഭയുടെ ഭാഗമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 14-15 വാർഡുകളായ ആറങ്കോട്ടുകര, കടുകശ്ശേരി എന്നീ ഭാഗങ്ങളിലാണ് ഞങ്ങൾ സർവേ നടത്തിയത്. ഇരു പ്രദേശങ്ങളിലും 5 പേരായി 60ഓളം വീടുകളാണ് ഞങ്ങൾ ഹൈസ്കൂൾ വിഭാഗക്കാര് സർവേ നടത്തിയത്. ഇരു പ്രദേശങ്ങളിലും ഓരോ വീടുകളും വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഈ സർവേയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. ഓരോ വീട്ടിലെ അഭിപ്രായങ്ങളും അവരുടെ പ്രശ്നങ്ങളും വ്യത്യസ്ത രീതിയിലാണ് അവർ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നത്. ചിലരാവട്ടെ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അതിൻ്റെതായ രീതിയിൽ ചോദ്യത്തിൻ്റെ ആ ഒരു ഗാഢത അറിഞ്ഞുകൊണ്ട് തന്നെ ഉത്തരം നൽകുകയും അവരുടെ ഇനിയും എന്തൊക്കെ മുൻതൂക്കങ്ങൾ നമ്മുടെ സമൂഹത്തിനായി വേണ്ടുന്ന വിധത്തിൽ ചെയ്യണമെന്നും അവർ നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ പോയ വാർഡുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് കുടിവെള്ള പ്രശ്നം. വെള്ളത്തിന് ക്ഷാമം ഏറി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് കുടിവെള്ള പ്രശ്നം നമ്മൾ ഏറ്റവും കൂടുതൽ ആയിട്ട് സംരക്ഷിക്കേണ്ട ഒന്നാണ്. അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഏറ്റവും അടിസ്ഥാനമായ ഒരു ഘടകം തന്നെയാണ് വെള്ളം. വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മുൻതൂക്കം നൽകേണ്ട ഒന്ന് തന്നെയാണ്. രണ്ടാമത്തേതായിട്ടുള്ളത് ആരോഗ്യമാണ്. നമ്മുടെ ആശുപത്രിയിലെ സൗകര്യക്കുറവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നിർദ്ദേശിച്ചത് കിടത്തി ചികിത്സ ആശുപത്രിയിൽ, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ വേണമെന്നുള്ളതാണ്. മൂന്നാമതായി കളിസ്ഥലം, കുട്ടികൾക്കായിട്ടുള്ള കളിസ്ഥലത്തിൻ്റെ കുറവ്. നാലാമതായി കൃഷിഭൂമി ഒന്നില്ലെങ്കിൽ സാഹചര്യം കൊണ്ടാവാം, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്കാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തികമില്ലാത്തത് കൊണ്ടായിരിക്കാം കൃഷി ചെയ്യാൻ സാധിക്കാത്തത്. അഞ്ചാമതായി സ്കൂളിലെ നിലവാരക്കുറവ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലല്ല, അവിടെ ഇരുമ്പകശ്ശേരി എന്ന ആ ഭാഗത്തുള്ള സ്കൂളുകളിലെ നിലവാരക്കുറവ്, കുട്ടികൾ കുറവാണ് അവിടെ, പഠനത്തിന് നിലവാരക്കുറവ്, പിന്നെ ശുചിമുറികളിലെ സൗകര്യക്കുറവ്, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം എന്നീ നിലകളിലാണ് പോകുന്നത്. ഇവയെല്ലാം നമുക്ക് സർവേയിലൂടെ ലഭിച്ച പ്രശ്നങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ലഹരി അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ സംസാരിക്കാൻ പോയാൽ ജീവന് തന്നെ ആപത്താകുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളും അതിനുവേണ്ടി പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തൻ്റെ മക്കൾ ലഹരി എന്ന എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉന്മാദ അവസ്ഥയാണ് ലഹരി എന്ന് പറയുന്നത്. ചേലക്കര മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്റ്റുഡൻറ് സഭയുടെ ഭാഗമായി ഞങ്ങൾ GVHSS ദേശമംഗലം സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം 8, 9, 10 വാർഡുകളിലെ 96 വീടുകൾ സന്ദർശിക്കുകയും സർവേ നടത്തുകയും ചെയ്തു. പ്രശ്നങ്ങളിൽ നിന്നും സ്വയം മുക്തരായല്ല ഞങ്ങൾ നാടിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിയത്. വികസന മുന്നേറ്റത്തിന്റെ പട്ടികയിൽ മുൻപന്തിയിലാണ് ഞങ്ങളുടെ സ്കൂൾ. എങ്കിലും ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായ എണ്ണം ശുചിമുറികൾ ഇല്ല എന്നത് ദയനീയമാണ്. ഉള്ളതിൻ്റെ ശുചിത്വം അപര്യാപ്തമാണ്. ഇത് കുട്ടികളിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം, മഴവെള്ള സംഭരണം, തൊഴിലില്ലായ്മ എന്നിവയെല്ലാമാണ് നാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായി സർവേയിൽ തെളിഞ്ഞു നിന്നത്. അടിസ്ഥാന പ്രശ്നങ്ങളെ ഞങ്ങൾ 2 ആയി തരംതിരിച്ചിട്ടുണ്ട്. പരാതി രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവബോധമില്ലായ്മ കൊണ്ടുള്ള പ്രശ്നങ്ങളും. ഇവയെ 2 മാർഗത്തിലൂടെ നമുക്ക് മറികടക്കാം.
പരാതി രൂപത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കുന്നതിനായി അടിസ്ഥാന പദ്ധതികൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഉണ്ടാകണം. ഇല്ലായ്മയെ മറികടക്കുന്നതിനായി സ്കൂളുകളിൽ അവബോധം സൃഷ്ടിക്കണം. പഞ്ചസാരയെന്ന് 1000 തവണ പേപ്പറിൽ എഴുതി വായിലിട്ടാൽ ഒരിക്കലും അതിന് മധുരമുണ്ടായില്ല. അതിനത് പഞ്ചസാര വായിലിടുക തന്നെ വേണം. അതിനായി ഞങ്ങൾക്ക് വേണ്ടത് തിയറി ക്ലാസ്സുകളല്ല, പ്രാക്ടിക്കലാണ്. ഞങ്ങളുടെ സ്വന്തം കിണർ റീചാർജ് ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ക്ലാസ് മുറിയിൽ എങ്ങനെ ഉറവിട മാലിന്യ സംസ്കരണ ചെറിയ യൂണിറ്റ് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നും സ്കൂളിൽ മാലിന്യ സംസ്കരണത്തിന്റെ പ്ലാന്റ് എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് ആവശ്യം. തിയറി ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവയെല്ലാം കൈവരിക്കുന്നതിലൂടെ ഓരോ കുട്ടിയും മാനസികമായി ഇതിനെല്ലാം തയ്യാറെടുക്കുകയാണ്. ഈ മാനസിക മുന്നേറ്റത്തിന്റെ ഭാഗമായി ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തിലെ ഇതിൽ പങ്കുവെക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം ഞങ്ങളിലേക്ക് എത്തുകയാണ്. അതിലൂടെ എൻ്റെ ഫീസ് എൻ്റെ അധ്വാനം എന്ന് അഭിമാനത്തോടെ പറയാൻ ഓരോ കുട്ടിക്കും സാധിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള ചെറിയ തുകയെങ്കിലും കണ്ടെത്താൻ അവന് സാധിക്കുന്നു, അല്ലെങ്കിൽ അവൾക്ക് സാധിക്കുന്നു. ഇവയെല്ലാം ചെയ്യുന്നതിലൂടെ ഓരോ കുട്ടിയും മാനസിക ക്ഷമത കുറച്ചെങ്കിലും കൈവരിക്കുകയാണ്. മാനസിക ക്ഷമത മാത്രമല്ല ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ആവശ്യം, ശാരീരിക ക്ഷമതയും ആവശ്യമാണ്. അതിനായി പെൺകുട്ടികൾ കൂടി അവസരമുള്ള കളിസ്ഥലങ്ങൾ ഓരോ പ്രദേശത്തും ഉണ്ടാകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻറ് സഭയിൽ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് അവസരം തന്ന എല്ലാവർക്കും GVHSS ദേശമംഗലം ഹയർ സെക്കൻഡറി വിഭാഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻറ് സഭയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ പറഞ്ഞ തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്, ഹോസ്പിറ്റലിൻ്റെ അടിസ്ഥാന സൗകര്യം കൂട്ടുക, പിന്നെ കുടിവെള്ള പദ്ധതി അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. പൈപ്പുകളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷേ പലപ്പോഴും അതിൽ വെള്ളം വരില്ല എന്നുള്ള പരാതി ഞങ്ങൾ സർവേ നടത്തിയ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷി സ്ഥലത്തേക്ക് വെള്ളം എത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വന്യജീവി ആക്രമണം, പിന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടുത്തണം. അവർക്ക് നൽകുന്ന യൂസർ ഫീയുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 6-7 വാർഡുകളിലാണ് സർവേ നടത്തിയത്. അതിൽ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. മെയിനായിട്ട് എല്ലാവരും ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ സൗകര്യം ഫുൾ ടൈം വേണമെന്നാണ് പറയുന്നത്. അതേപോലെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം കുറവാണ്. പിന്നെ കുടിവെള്ളത്തിനുള്ള പ്രശ്നം പറഞ്ഞു. ബസ് സർവീസ് കുറവാണ്. പിന്നെ അതുപോലെ ബസ് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് അതുമൂലം വാഹന തടസ്സമുണ്ട്. അപ്പോൾ ബസ് നിർത്തിയിടാനുള്ള ഒരു പ്രത്യേക സൗകര്യം വേണം. പിന്നെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ കുറവാണ്. അപ്പോൾ ഗവൺമെൻറ് ITIയിൽ കുറച്ചുകൂടി ട്രേഡുകൾ കൊടുന്നാൽ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകും. പിന്നെ ഗവൺമെൻറ് ITIയിൽ തന്നെ കുടിവെള്ളത്തിനുള്ള സൗകര്യമില്ല. മറ്റുള്ള വീടുകളിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നത്. പിന്നെ പാർലമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റുഡൻറ് സഭയുടെ കീഴിൽ സർവേ നടത്താൻ സാധിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് നൽകിയിരുന്ന വാർഡ് 1, 2, 3, 4, 5 എന്നീ വാർഡുകളാണ്. അതിൽ 1-ാം വാർഡും 2-ാം വാർഡും എന്ന് പറയുന്നത് ദേശമംഗലം സെൻറ്ററുമായിട്ട് ഒരുപാട് അകലം പാലിച്ചിരിക്കുന്ന വാർഡുകളാണ്. ഈ വാർഡുകളിൽ ബസ് സൗകര്യം വളരെയധികം കുറവാണ്. അതേപോലെ തന്നെ ദേശമംഗലം സെൻറ്ററിൽ ലഭിക്കുന്ന സൗകര്യങ്ങളും അതേപോലെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളും ഒന്നും ഈ 1-ാം 2-ാം വാർഡിലെ ജനങ്ങൾ അറിയുന്നുമില്ല. അവർക്ക് ഈ സംവിധാനം ലഭിക്കുന്നില്ല എന്നാണ് അവർ നമുക്ക് തന്നിരിക്കുന്ന പരാതി. അടുത്ത ജനങ്ങൾ ഏറ്റവും അധികം ചൂണ്ടിക്കാണിച്ച ഒരു പരാതിയാണ് റോഡ്. ദേശമംഗലം പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ നല്ല റോഡാണ്, എന്നാൽ ചില പ്രദേശങ്ങളിലെ റോഡ് ജനങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് പഞ്ചായത്തിനോട് ഒരുപാട് വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിലൊരു മാറ്റം ഉണ്ടായില്ല എന്നാണ് ഇതുവരെയും ഞങ്ങളുടെ സർവേ കഴിയുന്നവരെയും ജനങ്ങൾ പറഞ്ഞുള്ളത്. പിന്നെ ഉള്ളത് PHC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. PHCയുമായി ബന്ധപ്പെട്ട് ഫാർമസിസ്റ്റിൻ്റെ കുറവ് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കിടത്തി ചികിത്സയും. പനൂർ ഗ്രാമപഞ്ചായത്തിൽ 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പങ്കാളികളായത്. 27/9/2023 പനൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച്
യോഗം നടന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാർലമെന്ററികാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധികൾ വിശദീകരിച്ചു. സമയത്തിന്റെ പരിമിതി മൂലം ഞങ്ങളുടെ പഞ്ചായത്തിൽ കൊണ്ടുവരേണ്ട വികസനങ്ങൾ മാത്രമാണ് പറയുന്നത്. കുറച്ചുകൂടി പറയണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് ഏതൊരു പൗരന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ കൊണ്ടുവരേണ്ട വികസനങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. പഞ്ചായത്ത് ഇപ്പോൾ ഒരുപാട് വികസനങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അതിൽ ചില പോരായ്മകൾ മാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചായത്തിന് 22 അംഗനവാടികളുണ്ട്. അതിൽ ഒരു അംഗനവാടിക്ക് സ്വന്തമായ കെട്ടിടം ആവശ്യമാണ്. 1800ഓളം കുട്ടികൾ പഠിക്കുന്ന GHSS വരൂരിൽ സ്വന്തമായ ഒരു സ്റ്റേജോ ഒരു സെമിനാർ ഹാളോ അസംബ്ലി ഹാളോ ഇല്ല. ഇത് വലിയൊരു പോരായ്മയാണ്. ആയതിനാൽ ഇതിനു വേണ്ടി പ്രത്യേക ഫണ്ട് വകയിരുത്തണം. പഞ്ചായത്തിലെ ഏക ഹൈസ്കൂളായ GHSS വരൂരിലേക്ക് വളരെ ദൂരപ്രദേശത്ത് നിന്നും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. യാത്രാ സൗകര്യം വളരെ കുറഞ്ഞ പരിസരമായതിനാൽ സ്വന്തമായ ഒരു ബസ് സ്കൂളിന് അനുവദിക്കണം. മാത്രമല്ല ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ് ബാച്ച് അനുവദിക്കണം. ബാച്ചുകൾക്കായി നിലവിൽ വിദ്യാലയത്തിലുള്ള കാർഷിക മേഖല, വനം, വന്യജീവി പരിസ്ഥിതിയാണ്. അതിൽ തോടുകൾ ഞങ്ങളുടെ ഇവിടെ പ്രദേശത്തുണ്ട്. ആ തോടുകളുടെ ആഴം കൂട്ടണം. കാരണം അതിൽ മാലിന്യങ്ങളുള്ള കാരണം തന്നെ വെള്ളം സംഭരിക്കാനൊന്നും സാധ്യമാകുന്നില്ല. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് വ്യവസായ മാർഗങ്ങളാണ്. ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞതും അത് തന്നെയാണ്. തൊഴിലുകളുടെ കുറവ് തന്നെയാണ്. അപ്പോൾ അവിടെ വ്യവസായ പാർക്ക് നിലവിലുണ്ടെങ്കിലും അത് പൊതുജനങ്ങളിലേക്ക് അത്രമാത്രം അത് എത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് സർവേയിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. കുഴപ്പമില്ല. താങ്ക് യു സർ. സർവേയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ സംസാരിച്ചപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ 10 കോടി രൂപ മുടക്കത്തിൽ മേപ്പാടം എളനാട് റോഡ് പൂർത്തീകരിച്ചത് ജനങ്ങൾക്ക് വലിയൊരു നേട്ടമായി തോന്നിയിട്ടുണ്ട്. ഇതുകൂടാതെ ജനങ്ങൾക്കിടയിൽ നിന്നും വന്ന മറ്റു പല അഭിപ്രായങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖല നവീകരിക്കണമെന്നുള്ളത്. ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടെങ്കിലും ക്രിയാത്മകമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് വിദ്യാലയങ്ങളിൽ നടന്നു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത ഈ പ്രദേശത്തുണ്ട്. കൂടാതെ സ്കൂളുകളിൽ സ്ഥിര അധ്യാപകരെ നിയമിക്കണമെന്നത് വലിയൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. സ്കൂളുകളിലെ ലാബ്, ലൈബ്രറി സൗകര്യം മെച്ചപ്പെടുത്തണം. കളിസ്ഥലത്തിൻ്റെ അപര്യാപ്തത, യാത്രാ സൗകര്യത്തിൻ്റെ കുറവ് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സ്കൂൾ സമയത്തിന് ശേഷമുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. എളനാട് മേഖലയിലെ പല ആളുകളും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് കൃഷിക്ക് ഇടയിൽ നിന്നും പലരും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളാണ് വന്യജീവി ശല്യം, ജലദൗർബല്യം, ജലസ്രോതസ്സുകളുടെ പുനർനിർമ്മാണക്കുറവ്, തോട് സംരക്ഷണം എന്നിവ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ റബ്ബറിൻ്റെയും താങ്ങുവില, ന്യായവില മാർക്കറ്റ്, ഇക്കോ ഷോപ്പ് എന്നിവയുടെ നിർമ്മാണം. വന്യജീവി ശല്യം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് സർക്കാർ അർഹമായ സാമ്പത്തിക സഹായം അനുവദിക്കണം എന്നുള്ളത്. ഇതുകൂടാതെ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള മറ്റു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ സൗജന്യവും കൃത്യവുമാക്കണം. വാർഡ് തലത്തിലുള്ള പൊതുസ്ഥലങ്ങളുടെ മാലിന്യ നിക്ഷേപ സംവിധാനങ്ങൾ ഉണ്ടാകണം. കുടിവെള്ളം ജനങ്ങൾക്കിടയിൽ എത്തുന്നില്ല എന്നതാണ് വേറൊരു പ്രശ്നം. ഒരു വീട്ടിലേക്ക് 1 മണിക്കൂർ മാത്രമേ വെള്ളം ലഭിക്കുന്നുള്ളൂ. അത് ചിലർക്ക് ലഭിക്കുന്നത് പോലുമില്ല. എളനാട് മേഖലയിലെ പല സ്ഥലങ്ങൾക്കും ജലം ലഭിക്കുന്നില്ല എന്നതാണ് ജലനിധി പദ്ധതിയിലൂടെ. ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ലഭ്യത കുറവ്, ഗുണനിലവാര പ്രശ്നങ്ങൾ എന്നിവ സർക്കാർ പരിഹരിക്കണം. കൃഷിക്ക് ആവശ്യമായ ജലം ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. പിന്നീട് വന്യജീവി ശല്യമാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. രാത്രികാലങ്ങളിൽ വന്യജീവികളുടെ ശല്യം വാഹന അപകടങ്ങൾക്ക് കാരണമായി മാറുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യമാണ് നമ്മുടെ ആരോഗ്യ മേഖല. പയ്യന്നൂർ പഞ്ചായത്തിലാകെയുള്ളത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അത് പക്ഷേ ബാക്കി തുടർ ചികിത്സക്കൊക്കെ അവിടെയുള്ള ആൾക്കാർ പുറത്തുള്ള ആശുപത്രിയിൽ നിന്നാണ് ആശ്രയിക്കുന്നത്. പിന്നെ അവിടെ വൈകുന്നേരം 6 മണിക്ക് ശേഷമൊന്നും അവിടെ ഡോക്ടേഴ്സ് ഇല്ല. അവിടേക്ക് ബസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുറേ വിദ്യാർത്ഥികൾ പ്രൈവറ്റ് സ്കൂളുകളിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്കൂൾ ബസ്സുകൾ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പയ്യന്നൂർ ആകെ ഒരു പൊതു വായനശാലയാണ് ഉണ്ടായിരുന്നത്. അന്ന് അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വായനശാല അവിടെ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സാർ. എൻ്റെ പേര് അതുൽ കൃഷ്ണ. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര ചെറുതുരുത്തിയിൽ നിന്നാണ് വരുന്നത്.
അപ്പോൾ പറഞ്ഞ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ പറയാനുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ലഹരി വിമുക്തത ക്ലാസുകൾ അത്ര ഫലപ്രയോഗമല്ല എന്നുള്ള ഇതാണ് ഈ രക്ഷിതാക്കളിൽ നിന്നുള്ള ഉയർന്നു വരുന്നത്. കാരണം ഇത്രയും ചെറിയ കുട്ടികൾക്ക് വെറുതെ വന്ന് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പം മുതൽ തന്നെ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നു. പിന്നെ ലഹരി വിമുക്തതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സർവേ കളക്ട് ചെയ്യാനായി പോയപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തിരിച്ച് ഉത്തരം നൽകാൻ സാധിക്കാത്തൊരു ചോദ്യമാണ്. ഗവൺമെൻറ് തന്നെയല്ലേ മദ്യം സമൂഹത്തിലേക്ക് എടുക്കുന്നത്? ഗവൺമെൻറ് തന്നെ ഒരു ലെറ്റ് മീ കംപ്ലീറ്റ് മൈ ക്വസ്റ്റ്യൻ പ്ലീസ്. അതായത് ഗവൺമെൻറ് തന്നെയല്ലേ മദ്യം സമൂഹത്തിലേക്ക് ഇറക്കുന്നത്? അപ്പോൾ ഇത് ഒരു എന്താണ് ഒരു വിരോധാഭാസമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചോദ്യം നാട്ടുകാരിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾക്കതിന് ഉത്തരം നൽകാനായി സാധിച്ചില്ല എന്നുള്ള ഒരു പോയിൻ്റാണ്. പിന്നെ വരുന്നത് റിസർവേഷൻ കാരണം പല ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും, അതായത് അവിടുത്തെ അവർ പിന്നോട്ടാണ് നിൽക്കുന്നത്, എന്നാലും അവരുടെ കാറ്റഗറി ജനറൽ കാറ്റഗറി ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം പല വിധത്തിലുള്ള എക്കോണമിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞൊരു കാര്യമാണ്. സമയത്തിൻ്റെ അപ്പം താങ്ക് യു. സ്റ്റുഡൻസ് സഭയുടെ ഭാഗമായി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡ് കോടീകരിച്ച് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ഞങ്ങൾ സർവേ നടത്തുകയും സർവേ നടത്തിയ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് 4 ഘട്ടങ്ങളാക്കി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, അതിൽ ഞങ്ങൾ ആദ്യം പറയാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയെ പറ്റിയാണ്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ഒരു ഉൾപ്രദേശമായി കാണുന്നതാണ് കുത്താമ്പുള്ളി ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു UP സ്കൂൾ മാത്രമാണുള്ളത്. അതിലാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും അവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതൊന്ന് ആ സ്കൂൾ ഒന്ന് ഹൈടെക് ആക്കി മാറ്റണമെന്നാണ് ആ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ പറയുന്നത്. പിന്നെ ആ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായിക മേഖലയിൽ ഒട്ടും ഫെസിലിറ്റീസ് അവിടെ ഇല്ല. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ പോലും ഇപ്പൊ സ്പോർട്സ് ഡേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളോ എക്യുപ്മെന്റ്സോ ഒന്നും അവിടെ, ഞങ്ങൾക്ക് പ്രാക്ടീസിന് ആവശ്യമുള്ള സാധനങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പൊതു കളിസ്ഥലവും അതുപോലെ തന്നെ എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു കളിസ്ഥലവും അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ആരോഗ്യ മേഖലയിലാണ് പറയാനുള്ളത്. ആരോഗ്യ മേഖലയിൽ ഇവിടെ കുറെ പേര് പറഞ്ഞ പോലെ തന്നെ 6 മണിക്ക് ശേഷം അവിടെ ഡോക്ടർമാരും ഇപ്പം അത്യാവശ്യം ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ തന്നെ 6 മണിക്ക് ശേഷം അവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോ മരുന്നുകളോ അവിടെ ലഭ്യമല്ല. പെട്ടെന്ന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് ഇപ്പൊ ബ്ലഡ് ഒക്കെ ഓവറായിട്ട് ഓവർഫ്ലോ ആണെങ്കിൽ കൊണ്ടുപോകേണ്ട ദൂരത്തിൽ തന്നെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കാരണമാണ് ആ ജീവൻ അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ആധുനിക ഫെസിലിറ്റീസ് ഉള്ള ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഞങ്ങൾ സ്റ്റുഡൻസ് സഭയുടെ ഭാഗമായി നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തെന്നാൽ തിരുവല്ലാമല കീഴിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളില്ല എന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് കുടിവെള്ളം. എല്ലാ ജനങ്ങളിലേക്കും കുടിവെള്ളം എത്തുന്നില്ല എന്നൊരു പ്രധാന പ്രശ്നം നേരിടുന്നുണ്ട്. അതിനാൽ വികസന പരിപാടികളിൽ കൂടുതൽ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സ്കൂൾ തലത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. ചുരുങ്ങിയത് 500 വിദ്യാർത്ഥികളെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു കായിക അധ്യാപനെ നിയമിക്കാൻ ഒക്കുകയുള്ളൂ എന്ന് അറിയുകയുണ്ടായി. കായിക അധ്യാപകർ ഇല്ലാതെ തന്നെ ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും അജയ്, രവി, വിഷ്ണു എന്നീ 2 വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികളുടെ കഴിവ് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കായിക അധ്യാപനെ നിർബന്ധമായി നിയോഗിക്കണമെന്ന് ഈ അവസരത്തിൽ തങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ വാർഡുകളിലെ ജനങ്ങളുമായി ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചതിന്റെ ഭാഗമായി ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭൂരിഭാഗം പേരും ഞങ്ങളോട് സഹകരിച്ച് അവരുടെ വികസന ആശയങ്ങൾ പങ്കുവെക്കുകയും ഉണ്ടായി. സർക്കാർ പ്രാഥമിക ആശുപത്രികളിൽ കൂടുതൽ ചികിത്സാ സംവിധാനം ഒരുക്കണമെന്നും ലാബ് സൗകര്യങ്ങൾ മികവുറ്റതാക്കണമെന്നും ആംബുലൻസ്, ഡോക്ടർ, നഴ്സ്, മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഖ്യ വർദ്ധിപ്പിക്കണമെന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു. ആംബുലൻസുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഉൾവഴികളിലുള്ള വീടുകൾ അവരുടെ പ്രശ്നത്തെ ഉയർത്തിക്കാട്ടി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ വേണമെന്നും ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കണമെന്നും ഒരു അഭിപ്രായം ഉയർന്നു വരികയുണ്ടായി. ജനങ്ങൾ പ്രദേശത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളുടെ പ്രവർത്തനം തൃപ്തികരമെന്ന് അറിയിച്ചെങ്കിലും അധ്യാപനത്തിലെ നിലവാരക്കുറവ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി.
കൂടാതെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാൻ പര്യാപ്തമായ കോളേജുകൾ അനുവദിക്കാനും അവർ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പെൻഷനുകൾ ലഭ്യമാണെങ്കിലും ചിലർക്ക് വേണ്ട സമയത്ത് സഹായം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്നും ഇതിൽ അധികാരികൾ ഇടപെടലുകൾ നടത്തണമെന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുകയുണ്ടായി. പ്രളയം, കോവിഡ് മഹാമാരി എന്നിവയുടെ സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലുകളിൽ പങ്കാളികളാകാൻ അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ സന്തോഷത്തോടെ അറിയിച്ചു. എൻ്റെ പേര് ഐഷ. ഞാൻ ജവഹർ നവോദയ വിദ്യാലയം തൃശ്ശൂരിൽ നിന്നാണ്. പ്രദേശത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് വ്യവസായങ്ങളുടെ അഭാവമുണ്ടെന്ന് ഏകദേശം 75% ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ പ്രദേശങ്ങളിൽ കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കാര്യക്ഷമമായ പദ്ധതികൾ, ഉദാഹരണത്തിന് ടൈലറിംഗ് യൂണിറ്റ്, IT മേഖലകളിൽ കൂടുതൽ ജോലി സാധ്യതകൾ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ എന്നിവ ആരംഭിക്കുന്നത് സഹായകരമായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയുള്ള പദ്ധതികൾ സ്ത്രീ ശാക്തീകരണത്തിനും സഹായിക്കും. കർഷകർക്ക് സാമ്പത്തികമായ സബ്സിഡി പോലുള്ള സഹായങ്ങൾ ലഭ്യമാക്കണമെന്നും അറിയിച്ചു. ഈ പ്രദേശത്തെ ജനങ്ങൾ ചെറിയ തോതിലും എങ്കിലും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായമായ വില ലഭിക്കുന്ന കേന്ദ്രങ്ങൾ വാർഡുകളിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഇടത്തട്ടിന്റെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാമെന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. നമ്മൾ സർവേ നടത്തിയ സമയത്ത് പല പ്രശ്നങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പല പ്രശ്നങ്ങളും ഇവർ പറഞ്ഞിട്ടുണ്ട്, അത് എടുത്തു പറയുന്നില്ല. കുടിവെള്ളം അതുപോലെ തന്നെ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാഥമിക ആശുപത്രികളിലും എന്നുവെച്ചാൽ വേണ്ടത്ര ഡോക്ടേഴ്സ് ഇല്ല. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളും അവിടെ ഇല്ല. ഒരു വയസ്സായ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജിലേക്ക്, ലക്ഷ്മിനാരായണ കോളേജിലേക്കും നവോദയ സ്കൂളിലേക്കും പോകുന്ന വഴി റോഡ് പല വർഷങ്ങളായിട്ട് മോശപ്പെട്ട അവസ്ഥയിലാണ് കിടക്കുന്നത്. പലവട്ടം അവിടെ നാട്ടുകാരും വിദ്യാർത്ഥികളടക്കം അതിനെതിരെ പരാതി കൊടുത്തിട്ട് പോലും അതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നോക്കുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് വികസനം വേണ്ട ആദ്യത്തെ മേഖല ആരോഗ്യമാണ്. ഇവിടെ സമൂഹത്തിലെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ അനുവദിക്കണം. ഇപ്പോൾ എല്ലാവരും ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗ മൂല്യനിർണ്ണയ ക്യാമ്പ് മാസത്തിലൊരിക്കൽ മിതമായ നിരക്കിൽ പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പിലാക്കണം. മാലിന്യ പ്രശ്നമാണ്. അതിൽ മാലിന്യം ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാനുള്ള രീതി പ്രായോഗികമാക്കേണ്ടതാണ്. എല്ലാ വീടുകളിലും മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന ആശയം പ്രാവർത്തികമാക്കണം. ചേലക്കര മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണം. യാത്രാ സൗകര്യങ്ങൾ, മണ്ഡലത്തിലെ പഞ്ചായത്ത് റോഡുകൾ ഗതാഗത യോഗ്യമാക്കേണ്ടതുണ്ട്. റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരായ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലാബുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതാണ്. കുടിവെള്ള റിപ്പോർട്ടാണ് പറയുന്നത്. അതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വ്യാപകമായിട്ടുള്ളതായി പലരും ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ കായിക ആവശ്യത്തിനായുള്ള ഒരു ഗ്രൗണ്ട് അത്യാവശ്യമാണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ആ പഞ്ചായത്തിലെ അംഗൻവാടികളിൽ പുരോഗമനങ്ങൾ വേണമെന്നും അംഗൻവാടി ടീച്ചർ ഞങ്ങളുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ആശുപത്രി സൗകര്യം, നല്ല രീതിയിലുള്ള ഒരു ആശുപത്രി സൗകര്യം ആ പഞ്ചായത്തിലുണ്ടെങ്കിലും കിടത്തി ചികിത്സ സൗകര്യം, അതുപോലെ തന്നെ ആംബുലൻസിന്റെ സൗകര്യം, ഡോക്ടർമാരുടെ സേവനം അത് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് ആ നിവാസികൾ ഞങ്ങളോട് അഭിപ്രായപ്പെട്ടു. ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഏകോപനവും ഗ്രാമസഭയുടെ കാര്യക്ഷമമായ പങ്കാളിത്തവും. ഈ ഒരു നിർദ്ദേശം ഞങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്നും ഉയർന്നു വന്നതാണ്. ഞങ്ങളുടെ നിർമ്മാണ അനുമതി കിട്ടിയ ഹോസ്റ്റൽ വലിയ പാഠപുസ്തകങ്ങൾ കൂട്ടിയിട്ട സ്ഥലമായതിനാൽ അത് നീക്കം ചെയ്യാതെ നിർമ്മിക്കാനാവാത്ത അവസ്ഥയിലാണുള്ളത്. കളക്ടർ പലതവണ കൊട്ടേഷൻ വിളിച്ചിട്ടും പാറ നീക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കാൻ ആളില്ലാതെ നിരാശയിലിരിക്കുമ്പോൾ വെറും 150 മീറ്ററുകൾക്ക് അപ്പുറത്ത് പള്ളിപ്പടി എന്ന സ്റ്റോപ്പിൽ 25 ലക്ഷം രൂപ മുടക്കി ഒരു കുളം നവീകരിക്കപ്പെടുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്നും പാറക്കഷണങ്ങൾ എത്തിച്ച് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാമസഭകളിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യവും ചർച്ചയും ഉണ്ടായിരുന്നെങ്കിൽ അന്ത്യഫലമായി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് നീങ്ങിയിരുന്നെങ്കിൽ ഹോസ്റ്റൽ നിർമ്മാണത്തിനുള്ള സ്ഥലം ശരിയാവുകയും
അതുപോലെ തന്നെ അവരുടെ ദുരിതങ്ങളെ പറ്റി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ എത്രയും പേര് പറഞ്ഞു തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കലാമണ്ഡലത്തിന് മുൻവശത്തുള്ള ഒരു കടയോട് ചേർന്ന് ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട്, ഒരു വീട് അവിടെ ഉണ്ട്. അവിടെ ആ ഒരു വീടെന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായ രീതിയിലാണ് അവിടെ ഇപ്പോഴും ആ പുള്ളിക്കാരിയോട് കഴിയുന്നത്. ആൾക്ക് ഇപ്പോൾ ആ വീട് പൊളിഞ്ഞു പോകും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആളവിടെ ഒറ്റയ്ക്കാണ്. ആ വീടിന് എന്തെങ്കിലും രീതിയിൽ ഒരു നടപടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും സുരക്ഷിതമായി ആ സ്ത്രീക്ക് അവിടെ കഴിയാൻ കഴിയും എന്നുള്ളത് വളരെ ഒരു നിർണായകമായ കാര്യം തന്നെയാണ്. അതിലൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് ഒരു ടൂറിസം മേഖല കൂടിയാണ്. പക്ഷെ അവിടെ ഇപ്പോഴും ടൂറിസത്തിനായിട്ട് ഒരു സൗകര്യം ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളൊരു ഘട്ടം വളരെ വിഷമകരമാണ്. അപ്പോൾ ടൂറിസം മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്നും അതുപോലെ തന്നെ കുറച്ചുകൂടി ആകർഷകമാക്കി എടുക്കാം. നമ്മുടെ ചേലക്കരയിൽ ഇത്രയും വലിയൊരു ലോക പ്രശസ്തമായ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ഥാപനം വളരെ ആകർഷകമായി എടുക്കാം എന്നുള്ളത് വലിയൊരു ഘട്ടം തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ പോലും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലാണ് കേരള കലാമണ്ഡലം ഇപ്പോഴും ചേലക്കരയിലുള്ളത്. അപ്പോൾ അതിനെ മുൻവശം കുറച്ചുകൂടി ആകർഷകരമായി രൂപീകരിക്കാം എന്നുള്ളത് എൻ്റെ ഒരു ആശയമാണ്. അതുപോലെ തന്നെ റെയിൽവേയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള കലാമണ്ഡലത്തിന് മുമ്പിലായിട്ട് വള്ളത്തോളിനൊക്കെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ അവിടെ എല്ലാ ട്രെയിനുകളൊന്നും നിർത്താറില്ല. അവിടെ ഇങ്ങനെ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂറിസത്തിന് കുറച്ചുകൂടി മുൻതൂക്കം വരുന്നതായിരിക്കും. റെയിൽവേ മേൽപ്പാലം എന്ന് പറയുന്നത് എപ്പോഴും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ഭയങ്കര ബ്ലോക്കുകൾ കാണുന്നതാണ്. അപ്പോൾ ഒരു മേൽപ്പാലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്രയും തിരക്കുകൾ അനുഭവിക്കില്ല എന്നും അത്യാവശ്യം ആംബുലൻസ് അതുപോലെയുള്ള ഒരു വണ്ടികൾക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ ഒരു ഇതാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു നടപടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഉയർന്നുകൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഗതാഗത പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പ്രദേശത്തിലെ ആരോഗ്യ കേന്ദ്രത്തിലെ സൗകര്യക്കുറവ്, അടിസ്ഥാനമായ സൗകര്യങ്ങളെ കുറവ്, കിടത്തി ചികിത്സ ഒന്നുകൂടി വിപുലീകരിക്കണം. അതേപോലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണത്തിലുള്ള വർധനവ്, ലാബ് സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ, ഇതൊക്കെയാണ് ആശുപത്രിയെ ബന്ധപ്പെട്ട് ആളുകൾക്ക് പറഞ്ഞ നിർദ്ദേശങ്ങൾ. പിന്നീട് മാലിന്യ കൂമ്പാരങ്ങൾ, ഹരിതകർമ്മസേന വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ കളക്ട് ചെയ്യുന്നത് പ്രധാനമായും പ്ലാസ്റ്റിക്കുള്ള വേസ്റ്റുകളാണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് അല്ലാത്ത സാധനങ്ങൾ സ്ഥലം കുറച്ചുള്ളവർക്ക് ഫുഡ് വേസ്റ്റ് പോലും കളയാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നവരുണ്ട്. അപ്പൊ അവർക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് സബ്സിഡിയോ സൗജന്യമായോ ബയോഗ്യാസ് പ്ലാന്റ് കിട്ടിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് പോലും പല വീടുകളും ഇത്തരത്തിൽ കൊടുക്കാൻ പഠിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൊടുക്കാത്ത ആൾക്കാർ ഈ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി നിക്ഷേപിക്കുന്നുണ്ട്. ഇത് പൊതുസ്ഥലങ്ങളെ നശിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് അല്ലാത്തത് കൂടി സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ കൊള്ളാമെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രൗണ്ടുകളുടെ സൗകര്യം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നങ്ങൾ, വഴിവിളക്ക്, തെരുവുനായ ശല്യം, സൗജന്യ വൈഫൈ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ പരിമിതമായ വീടുകൾ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തലേ ഉണ്ടാകുമെന്നാണ് പലരുടെ അഭിപ്രായം. സ്റ്റുഡന്റ് സഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞാലും ഇത്തരത്തിലെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു. ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളെല്ലാം ഗൗരവമേറിയ വിഷയം വളരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യും. അതിനുള്ള തീരുമാനങ്ങൾ അവരെടുത്തോളും. അത് ബഹുമാനപ്പെട്ട മന്ത്രി അവരെ ഏൽപ്പിച്ചോളും. ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പാർലമെന്ററി കാര്യം പറയുമ്പോൾ നമുക്ക് പാർലമെന്റിനെ സംബന്ധിച്ചും ജനാധിപത്യത്തെ സംബന്ധിച്ചും മതേതരത്വത്തെ സംബന്ധിച്ചും നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ്, കേരള നിയമസഭ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ വകുപ്പുകളും കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ജുഡീഷ്യറി എപ്പോഴാണ് ഇടപെടേണ്ടത്, ഇതിനെ സംബന്ധിച്ചുള്ളൊരു വിശദമായ ഡിബേറ്റ് വരും ദിവസങ്ങളിൽ ഈ പാർലമെന്റ് ഡയറക്ടറോട് പറയുന്നു, ഒരു സബ്ജക്റ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് തന്നിട്ട്
അതിൻ്റെ മേലെ ഒരു സമഗ്രമായ ഒരു ഡിബേറ്റ് നമുക്ക് നടത്തണം. അല്ലെങ്കിൽ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക വികസനം വരുന്നതോടുകൂടി നമ്മുടെ വിജ്ഞാനം, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അറിയാൻ ഈ വികസനത്തോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ കൂടി വേണം. മതേതരത്വം എന്താണ്, പൗരന്മാരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ എന്തെല്ലാമാണ്, നമ്മുടെ ഉത്തരവാദിത്വം പൗരബോധം എന്തെല്ലാമാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ പഠിക്കണം, മനസ്സിലാക്കണം. അത് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ മാത്രമേ അതിന് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിനൊരു ഇച്ഛാശക്തി വന്നെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം ജീവിതത്തിന്റെ ആദ്യാവസാനം ഉണ്ടാവും. അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ ഈ പാർലമെന്ററി കാര്യ കമ്മിറ്റികളെ നിങ്ങളെ നേതൃത്വം കൊടുക്കാൻ പോകുന്ന വരും കാലങ്ങളിലെ ജനകീയ സഭകള്, ഈ എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ വരും കാലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാര്, ബ്ലോക്ക് മെമ്പർമാര്, പ്രസിഡന്റുമാര്, IAS, IPS, IFS, പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, അതുപോലെ വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, MP-മാര്, MLA-മാര്, മന്ത്രിമാര് ഒക്കെ ആവേണ്ടതാണ്. അപ്പൊ ആ തരത്തിലേക്ക് എത്തിച്ചേരാനുള്ള പരിശ്രമം എന്ത് മനസ്സിലാക്കി പഠിക്കണം, ഏത് തരത്തിൽ രാജ്യത്തെ സ്നേഹിക്കണം, ആ സ്നേഹം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ പൗരബോധം വേണം. ആദ്യം നമ്മൾ പൗരബോധം വളർത്തുന്നതിനായിട്ട് ഒരു വിശദമായ ഒരു ചർച്ച വരും ദിവസങ്ങളിൽ ഈ പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കുന്നത് സ്കൂൾ തലത്തിലുള്ളത് നല്ലതായിട്ട് നടക്കി ഈ രാജ്യത്തെ ഒരു വലിയ ഒരു പവറായിട്ട് ഉയർത്തെടുക്കാനുള്ള ഒരു ആർജവം കൂടി നിങ്ങൾ കാണിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി രൂപം കൊണ്ട സ്റ്റുഡൻറ് സഭയിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർ ഭാവിയിൽ നല്ല ചർച്ച ചെയ്യുന്ന കുട്ടികളായി വളരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ഞാനിവിടെ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ കുറച്ച് പേര് പോകാൻ തുടങ്ങി. 4 മണി സ്കൂൾ വിട്ടാൽ പോകണമല്ലോ നമുക്ക്, അല്ലേ? അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ. 4 മണി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ 4:30 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായിട്ട് എല്ലാ കാര്യത്തിനും മറുപടി പറയുന്നു. നിങ്ങൾ ഇവിടെ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട്. ആ നോട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ കാണുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കാന്ന് വെച്ചാൽ വെറുതെ തിരിഞ്ഞു നോക്കുകയല്ല. ഇപ്പം ഞാനിവിടെ കുട്ടികൾ സംസാരിക്കുമ്പോൾ ഓർത്തു പോയത് 96 മുൻപുള്ള നമ്മുടെ കാലഘട്ടമാണ്. നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ SSLC കഴിഞ്ഞാൽ പിന്നെ ഉപരിപഠനത്തിന് നമ്മൾ പോകേണ്ടത് എവിടേക്കായിരുന്നു? 96 വരെ. +2 പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ. SSLC കഴിഞ്ഞാൽ നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ നിന്നും ഉപരിപഠനത്തിന് വിരലിലെണ്ണാവുന്ന കുട്ടികൾ മാത്രമാണ് പുറത്തേക്ക് പോയിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ. ഇപ്പോൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര വന്നു പക്ഷേ, അല്ലേ? എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളായി മാറി. നമ്മുടെ തിരുവല്ലാവിലെ VHSCയും ഉണ്ട്, +2 ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേശമംഗലം സ്കൂളിൽ. അവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, +2 സ്കൂളുണ്ട്. അവിടെ തന്നെയാണ് ITയും കൊണ്ടുവന്നിരിക്കുന്നത്. ITയിൽ കൂടുതൽ കോഴ്സുകൾ ആരംഭിക്കണം എന്നുള്ള അഭിപ്രായം ഇവിടെ പറഞ്ഞു. അപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന പ്രദേശമാണ്. അവിടെ എല്ലാ സ്കൂളും ഹയർ സെക്കൻഡറി ആയി VHSC ആയി. അതുമാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പഴയന്നൂർ എത്തുമ്പോൾ നമുക്ക് അവിടെ IHRDയുടെ അപ്ലൈഡ് സയൻസ് കോളേജ് ഉണ്ട്. ആ അപ്ലൈഡ് സയൻസ് കോളേജ് വന്നതിൻ്റെ ഫലമായിക്കൊണ്ട് നിരവധി കുട്ടികൾക്ക് പഠിച്ച് മിടുക്കരാകാനും മിടുക്കികളാകാനും കഴിഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചേലക്കര പോളിടെക്നിക് ഉണ്ട്. 2000-ലാണ് പോളിടെക്നിക് ആരംഭിച്ചത്. ആ പോളിടെക്നിക് ഇന്ന് നമ്മുടെ കേരളത്തിലെ 1ാം നിര പോളിടെക്നിക്കുകളുടെ ഇടയിലേക്ക് ഉയർന്നു വന്നു. അതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കിള്ളിമംഗലത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങിയത് എവിടെയാണെന്നറിയോ ആർക്കെങ്കിലും? അവിടെ കിള്ളിമംഗലത്ത് ഒരു വായനശാലയുണ്ട്. ആ വായനശാലയിലെ 2 റൂമാണ് ആർട്സ് ആൻഡ് സയൻസ് ആരംഭിക്കാൻ വേണ്ടി നമുക്ക് വിട്ടു തന്നത്.
അതിൻ്റെ തൊട്ടുപ്പുറത്തൊരു UP സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ 2 ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിലാണ് അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചത്. പിന്നെ നമ്മളതിൻ്റെ എക്സ്റ്റൻഷൻ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ആദ്യമായി, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി, ഒരു ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയത്. അത് കേരളത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കിള്ളിമംഗലത്താണ്. മെഡിക്കൽ എത്തിക്സിന് ബിരുദമാണ്. അന്ന് പെർമിഷന് വേണ്ടി ചോദിച്ചപ്പോൾ തന്നില്ല. പിന്നെ അന്നത്തെ സെക്രട്ടറിയായിട്ട് കൂടുതൽ ആരോഗ്യവകുപ്പിൻ്റെ സെക്രട്ടറിയായിട്ടുള്ള അടുപ്പം വെച്ചുകൊണ്ടാണ് തൽക്കാലം 6 മാസത്തേക്ക് ഒരു ഷെഡ് കെട്ടാനുള്ള പെർമിഷൻ മേടിച്ചത്. അങ്ങനെയാണ് അവിടെ നമ്മൾ ഡിഗ്രി ആരംഭിച്ചത്. അതിനുശേഷം 5 ഏക്കർ സ്ഥലം അവിടെ വാങ്ങാൻ വേണ്ടി പെട്ട പാട് നിങ്ങൾക്കൊന്നും അറിയാം. ഇപ്പം പാറ പൊട്ടിക്കാത്തതിനെ കുറിച്ചാണ് പരാതി. പാറ പൊട്ടിക്കാൻ കൊണ്ട് കയറാൻ പറ്റില്ലായിരുന്നല്ലോ. അത് നമ്മുടെ ഒരു തിരുമേനിയുടെ സ്ഥലമായിരുന്നു. ആ 5 ഏക്കർ സ്ഥലം കിട്ടാൻ വേണ്ടി തിരുമേനിയെ കാല് പിടിച്ചതിന് കയ്യും കണക്കില്ല. പാഞ്ഞാൽ പഞ്ചായത്തിലുള്ള ആളുകൾക്കറിയാം. ആദ്യം അദ്ദേഹം 2.5 കോടി രൂപ പറഞ്ഞു. അതിനുശേഷം അത് 2 കോടിയാക്കി മാറ്റി. പിന്നെയും ചുരുക്കി 1.5 കോടിയാക്കി. അവസാനം നമ്മുടെ ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ് അവസാനം തിരുമേനിയോട് പറഞ്ഞു 1 കോടിക്കാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയും ഒപ്പിച്ചു തരാം. പിന്നെ ആ 1 കോടി ഉണ്ടാക്കാൻ വേണ്ടി പെട്ട പാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഞാൻ ഇപ്പം സമയം കുറവുണ്ട് അത് പോകണില്ല. അപ്പം അങ്ങനെ പാടുപെട്ടിട്ടുണ്ടാക്കിയ സ്കൂൾ, ആ കോളേജ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചരിത്രമുണ്ട്. അങ്ങനെയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നത്. അങ്ങനെയാണ് ദേശമംഗലത്ത് IT വന്നത്. അങ്ങനെയാണ് നമ്മുടെ വരവൂർ IT വന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ B.Ed സെൻറ്ററുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. 3 എഞ്ചിനീയറിംഗ് കോളേജ് വന്നു. തിരുവല്ലാമലയും പാഞ്ഞാളും ദേശമംഗലത്തും. അത് സ്വകാര്യ മേഖലയിലാണ്. ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് വന്നു. അപ്പോൾ ഈ കലാമണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. കലാമണ്ഡലം കേവലം ഒരു ആശ്രമം മോഡൽ ഒരു സ്കൂളെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അവിടെ സ്കൂളേ ഉണ്ടായിരുന്നില്ല. അത് സ്കൂളാക്കി മാറ്റി. അതിനുശേഷം +2 കൊടുത്തു. അതിനുശേഷം ഡിഗ്രി കാലിക്കറ്റ് സർവകലാശാലയായിട്ട് അഫിലിയേറ്റ് ചെയ്ത് ആണ് ഡിഗ്രി കൊടുത്ത്. അതിനുശേഷമാണ് കലാമണ്ഡലത്തിലെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റിയത്. അതിപ്പോൾ ഒരു കൾച്ചറൽ യൂണിവേഴ്സിറ്റി ആക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് മാറിയത്. അവിടെ ഇപ്പോൾ നിങ്ങൾ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. 31 കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ് അവിടുത്തെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പഴയ കലാമണ്ഡലം പുനരുദ്ധിച്ചു. പുതിയ കലാമണ്ഡലത്തിൽ ഇത്ര വികസന പ്രവർത്തനങ്ങൾ. ഇനി ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടൂറിസം നിങ്ങൾ പറഞ്ഞ എല്ലാ മേഖലയും വാഴാലിപ്പാടത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അവിടെ തടസ്സം വരുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും ടൂറിസത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ നമ്മൾ ആരായുകയും അതിൻ്റെ നടപടി ചെയ്യും. ഇപ്പോൾ 2 കോടി രൂപയുടെ ടൂറിസം പദ്ധതി ഇപ്പോൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ആരംഭിക്കാൻ വേണ്ടി കഴിയും. 1.5 കോടി രൂപയുടെ മറ്റൊരു പദ്ധതി അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചിരക്കുഴി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ടൂറിസത്തിന് നല്ല സാധ്യത. അവിടെ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന ഇറിഗേഷനുമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയണം അല്ലേ. നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് കാണുന്ന കണ്ടീഷനിലായിരുന്നില്ല നമ്മുടെ സമയം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് കുറച്ച് പുറകിലേക്ക് നോക്കണം. ഇടവഴികളേ ഉണ്ടായിരുന്നില്ല, നടവഴി ഉണ്ടായിരുന്നില്ല അല്ലേ. എന്നോട് ആദ്യം 96-ലൊക്കെ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞ് ഈ ഇടവഴിയിൽ ഈ കല്ലും മുള്ളൊന്ന് മാറ്റിത്തരുമെന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഒരു പഞ്ചായത്ത് റോഡ് പോലെ റോഡാക്കി തരുമോ, റോഡാക്കിയപ്പോൾ പിന്നെ ടാറിട്ട് തരുമെന്ന് ചോദിച്ചു. ടാറിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബസ് റൂട്ട് വേണമെന്ന് പറഞ്ഞു. ബസ് റൂട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു KSRTC ബസ് വേണമെന്ന് പറഞ്ഞു. അവിടെ ആനവണ്ടി പോയാലല്ലേ നമുക്ക് അഭിമാനം തോന്നുന്നു. ആ രീതിയിലാണ് മനുഷ്യൻ്റെ ആവശ്യം. മനുഷ്യൻ്റെ ആവശ്യം ഇന്നത്തെ ആവശ്യമല്ല നാളത്തെ ആവശ്യമായി വരുമല്ലേ. പക്ഷേ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയുമോ? എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളുണ്ടോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ? വന്നിട്ടുണ്ടല്ലോ. എക്കണോമിക്സ് പഠിക്കുന്നവരില്ലേ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അതിരുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുട്ടികൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് എന്നോട് പിന്നെ 96-ൽ ഞാൻ മന്ത്രിയായ സമയത്ത് നമ്മുടെ SMD സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രസംഗിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പിന്നെ രാത്രി ഈ കമ്പ്രാന്തൽ വെളിച്ചത്തിലാണ്, മെഴുകുതിരി വെളിച്ചത്തിലാണ്, മറ്റേ മണ്ണെണ്ണ വിളക്കാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. അന്ന് ഭൂരിപക്ഷം വീടുകളിലും മണ്ണെണ്ണ വിളക്കാണ്. അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ എന്താവും? പുക വരും അല്ലേ. നിങ്ങൾക്കൊന്നും അറിയില്ല. അത് പുക വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു മൂക്കിൽ നിന്നൊക്കെ പുക രാവിലെ വരികയാണ്. അപ്പം ഞാൻ ആ കുട്ടികളോട് പെട്ടെന്ന് പറഞ്ഞു പോയി, പക്ഷേ ഞാൻ മന്ത്രിയായതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ 6 മാസം മന്ത്രിയായി
6 മാസത്തിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ വൈദ്യുതി എത്തിയതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ 2 അടി നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. കാരണം എന്താണ്? കുറ്റബോധം തോന്നണ്ടേ? എന്തുകൊണ്ടാണ്? എല്ലാ കുട്ടികൾക്കും മന്ത്രിയായിട്ട് വീട്ടിൽ ഇലക്ട്രിസിറ്റി എത്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ തിരിഞ്ഞു എന്ന് പറഞ്ഞു, മോളെ പേടിക്കണ്ട, നമുക്ക് ശ്രമിക്കാം. ആ ശ്രമം തുടർന്നതിൻ്റെ ഫലമായിക്കൊണ്ടാണ് 2008 നമ്മുടെ ഈ മണ്ഡലം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെയാണ് അത് അങ്ങനെയൊക്കെ വന്നതാണ്. 80% വീടുകളിലും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മന്ത്രിയായതിനു ശേഷമാണ് എൻ്റെ വീട്ടിൽ വൈദ്യുതി. അപ്പം അങ്ങനെ ഒരു പഴയ ചരിത്രമുണ്ട് എന്ന് കൂടി നമ്മൾ ആവേശപൂർവ്വം സംസാരിക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം. നമ്മൾ ചരിത്രം മറന്നു പോകരുത്. അതാ കുട്ടി ഉറങ്ങരുത്. 4 മണി കഴിഞ്ഞാൽ ഉറങ്ങില്ലേ, കളിക്കില്ലേ വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഉണ്ടായിരുന്നു. അതിനെയാണ് മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ പറഞ്ഞല്ലോ, ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ഗവൺമെൻറ് വന്ന് 2 വർഷം കൊണ്ട് ഏകദേശം 50 കോടിയിൽ പരം രൂപയാണ് നമ്മുടെ സ്കൂളുകളിലെ മെച്ചപ്പെടുത്താൻ വേണ്ടി കൊടുത്തത്. അവിടെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാകണം. നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ടോയ്ലറ്റ് ഒന്നും ആവശ്യമില്ല, അതായിരുന്നു. അപ്പോൾ ആ ആവശ്യം മാറി. ഇപ്പോൾ നല്ലപോലെ ടോയ്ലറ്റുകൾ എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, ഞാൻ ഇന്നലെ നമ്മുടെ മാഷുണ്ടായിരുന്നില്ല, നമ്മുടെ മായന്നൂർ പാലത്തിൻ്റെ 13ാം വാർഷികം, ഒരു പാലത്തിൻ്റെ വാർഷികം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായ സംഭവമാണല്ലേ. സാധാരണ ഒരു പാലം പണിത് കഴിഞ്ഞാൽ പോകും. മാഷക്കറിയാം, കൊണ്ടാഴിക്കാർക്കെല്ലാം അറിയാം. അവിടെ ഒരുപാട് വർഷങ്ങൾ മനുഷ്യൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് മായന്നൂർ ഒറ്റപ്പാലം കോസ്വേ എന്നുള്ളത്. അത് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. അവസാനം 2011 ജനുവരി 22 ആ പാലം ഉദ്ഘാടനം ചെയ്തത്. ആ പാലം ഉദ്ഘാടനം ചെയ്ത പോലെ ഒരു ഉദ്ഘാടനം ഒരു പക്ഷേ ഒരു പാലത്തിൻ്റെ കാര്യത്തിൽ എവിടെയും ഉണ്ടായില്ല. അത്ര ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പതിറ്റാണ്ടുകൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഒറ്റപ്പാലം മായന്നൂർ പാലം എന്നത്. ആ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞു, എത്ര നനഞ്ഞു പോയതാണ് ഇവിടെ. ഒറ്റപ്പാലത്ത് പഠിക്കാൻ പോയ കുട്ടികളെല്ലാം എനിക്ക് ഓപ്പൺ കവർ എന്താ പറയുക, കാർഡിൽ കത്തെഴുതി. 2 കൂട്ടരാണ് കാർഡിൽ എനിക്ക് കത്തെഴുതി. ഒന്ന് പാഞ്ഞാൾ സ്കൂളിലെ കുട്ടികൾ, രണ്ടാമത്തെ കുട്ടികൾ എഴുതിയത് നമ്മുടെ കൊണ്ടാഴിയിൽ നിന്നും ഒറ്റപ്പാലത്ത് പോയി ആ ഭാഗത്ത് പോയി പഠിക്കുന്ന കുട്ടികളാണ്. കാരണം എന്താണ്, പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ് നനഞ്ഞാണ് പോയി ക്ലാസ് ഇരിക്കുന്നത്. അങ്ങനെ മണിക്കൂറുകളോളം ക്ലാസ്സിൽ നനഞ്ഞ വസ്ത്രമായിട്ട് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അന്ന് ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് കത്തെഴുതുന്ന സ്ഥിതിയിൽ. അപ്പം അങ്ങനെ ദുരിതം അനുഭവിച്ച കുട്ടികൾക്കാണ് ആ പാലം വന്നപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നറിയാം. നേരെ പാലത്തിൽ കൂടെ ഇപ്പോൾ പോയ ആളുകൾക്ക് ആ അനുഭവം ഉണ്ടാവുമോ? ഇല്ല. അതാണ്, നേരെ പാലത്തിൽ കയറി പോയ ആളുകൾക്ക് ആ അനുഭവം ഉണ്ടാവില്ല. നല്ല വഴി കൂടെ ഇപ്പോൾ പോകുമ്പോൾ നമ്മുടെ കെട്ട വഴി എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല. കുണ്ടൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അറിയോ ആർക്കെങ്കിലും? കുണ്ടൻ ഇടവഴി കേട്ടിട്ടുണ്ടോ ആ വാക്ക്? എന്നാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നാൽ മതി, ഒരു ഇടവഴി ഞാനവിടെ ബാക്കിയിട്ടുണ്ട്. അല്ല, എന്നെ പലരും അത് ചീത്ത പറഞ്ഞു, ഇതെന്താണ് മന്ത്രിയായി ഇത്രയും കാലമായി എന്തോ ഈ വഴി നേരാക്കാത്ത. ഞാൻ ഈ കുണ്ടണൽ വഴി, എനിക്ക് സന്തോഷം തോന്നി. 2-3 വർഷമായിട്ട് നമ്മുടെ കുട്ടികൾ കുണ്ടണൽ വഴി കാണാൻ വേണ്ടി വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. മനഃപൂർവ്വം നേരാക്കാൻ പ്രയാസം ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ഇന്ന് വിചാരിച്ചാൽ നാളെ നേരാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും വഴി. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ്, ആ കുണ്ടണൽ വഴി കൂടെ നടന്നതിൻ്റെ ഓർമ്മ നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ പുതിയ കുട്ടികൾ വരുമ്പോൾ കാണാൻ എങ്ങനെയാണ് ഈ കുണ്ടണൽ വഴി, എങ്ങനെയാണ് എത്ര കഷ്ടപ്പാടും ദുരിതവും സഹിച്ചിട്ടാണ് നമ്മുടെ മുൻമറക്കാർ ഇതിൽ നടന്നു പോയത്. അറിയണ്ടേ? വിശപ്പിനെക്കുറിച്ച് നമ്മൾ വെറുതെ വാതോരാതെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? വിശപ്പ് എന്താണെന്ന് അറിയണമല്ലേ? അതാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. വിശപ്പ് അത് കേവലം വർത്തമാനം, അധ്വാനം. നമ്മൾ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ പോരാ. എന്താണ് അധ്വാനം എന്നുള്ളത് അധ്വാനിച്ചറിഞ്ഞെങ്കിലാണ് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ലേ? വസ്ത്രമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഈ ഇരിക്കുന്ന ആളുകൾ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. ഞാനും മാഷൊക്കെ എങ്ങനെ അനുഭവിച്ചത്? ചിലപ്പോൾ നമ്മുടെ ജസ്റ്റിസ് അനുഭവിച്ചിട്ടുണ്ടാവും. എന്താണ്, എല്ലാ കുട്ടികൾക്കും മിക്കവാറും ഒരു ജോഡി ഡ്രസ്സ് മാത്രമാണ് സ്കൂളിലേക്ക് ഇടാനുണ്ടായിരുന്നത്. ഒരു ജോഡി. ഞങ്ങളൊക്കെ ഇതിലെ ഓടിയാണ് പോവുക. മഴ പെയ്യുമ്പോൾ തലയിൽ പുസ്തകം വെച്ചിട്ട് ഓടുകയാണ് ചെയ്യുക. ഈ ചേലക്കര അസംബ്ലി 3.5 കിലോമീറ്റർ നടന്നിട്ടാണ് പോകുക.
അങ്ങനെ പോകുമ്പോൾ മഴ വരും. ആ മഴ വരുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ നനയും, ഷർട്ടും മുണ്ടൊക്കെ നനയും. അത് നനഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ചെന്നാൽ എന്താ ചെയ്യുക? കഴുകി ഉണക്കും. ഉണക്കുന്നത് എവിടെയാണ്? ഇവിടുത്തെ ഇപ്പോഴത്തെ ആധുനിക സൗകര്യം ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചം പോലും ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? അടുപ്പിൻ്റെ കണ്ണിയിൽ, അങ്ങനെയല്ലോ, അടുപ്പം തിണ്ണയിലോ കണ്ണിയിലോ അങ്ങനെ പുകയൊക്കെ വരും. ആ പുകയിലാണ് ഷർട്ട് കാണിക്കുക. അപ്പോൾ പിറ്റേ ദിവസം എന്താവും? അത്തറിൻ്റെ മണമല്ല സ്കൂളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുക. എന്തിൻ്റെയാണോ? ഈ പുകയുടെ മണമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ആരും അറിയില്ല. കാരണം ആ ക്ലാസ്സിൽ വരുന്ന 99% കുട്ടികളും ആ പുകയുടെ മണവുമായിട്ടാണ് വരിക. ഇപ്പം അങ്ങനെ വരണമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പാടില്ലല്ലേ. ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെടാൻ നാളേക്ക്. അപ്പം നമ്മൾ കുറച്ച് മെച്ചപ്പെടുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടാകേണ്ടത്. അതിൻ്റെ അർത്ഥം നമ്മുടെ പഴയതെല്ലാം മറന്നു പോകരുത്, എല്ലാം ഓർമ്മയുണ്ടാകണം. എല്ലാം മറക്കാനാവാത്ത വിധത്തിൽ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമാണ് വരും നാളുകളിൽ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഴിയൂ. അപ്പോൾ അതുകൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാണ്. നമ്മൾ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ, ആവശ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പരിമിതികൾ എന്താണ് എന്ന് കൂടി നാം മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ രക്ഷകർത്താക്കളോട് ഇന്ന ആവശ്യം വേണം അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ശേഷി നമ്മുടെ രക്ഷകർത്താക്കൾക്കുണ്ടോ എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചോദിക്കാനല്ലേ. അത് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലോ അറിഞ്ഞില്ലെങ്കിലോ നമ്മൾ പിടിവാശിയാണ്, ഇന്നത് വേണം അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ വലുതാണ്. ആ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുന്ന എന്ത് വേണം? എന്താ വേണ്ടത്? ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരു എഴുതിയിട്ട് തീർക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം ഞാൻ എഴുതിയെടുത്തു അല്ലേ. ആ എഴുതിയെടുത്തോടുകൂടി പ്രശ്നം തീർന്നോ? എന്ത് വേണം? പണം വേണം. പണമില്ലാതെ നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ അവർക്ക് കിട്ടുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം നമ്മുടെ നാടിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. അതെല്ലാം അതിൻ്റേതായിട്ടുള്ള ഫണ്ട് നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ലെവലിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തും. ഇനി നമുക്ക് ആവശ്യമുള്ള കാർഷിക മേഖല വളർച്ച, വ്യവസായ മേഖല വളർച്ച നിങ്ങൾ കുട്ടികളിവിടെ പറഞ്ഞു. ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ മണ്ഡലത്തിൽ 1164 വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചു. എത്രയാ? 1164. നമ്മളെ വ്യവസായ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്റേൺസിനെ ഓരോ പഞ്ചായത്തിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ വളർത്താൻ വേണ്ടിയുള്ള ഇടപെടൽ. പരവൂരെന്ന് പറഞ്ഞ വ്യവസായം, ആ വ്യവസായ പാർക്ക് നിരവധി വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു. ആ വ്യവസായ പാർക്ക് ഇപ്പോൾ പ്രവർത്തന രംഗത്തേക്ക് അവിടെ 6 പുതിയ വ്യവസായ യൂണിറ്റുകൾ ആരംഭിച്ചു. അവിടെ 100 കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അപ്പോൾ വ്യവസായ പാർക്ക്. വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു എല്ലാവരും, കുടിവെള്ളം എല്ലാവർക്കും വേണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ജൽജീവൻ മിഷനിലൂടെ 936 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ പഴയന്നൂർ പഞ്ചായത്ത് ഒഴികെ ബാക്കി 8 പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. പൈപ്പ് ഇടണം, എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടും 2025 ആകുമ്പോഴേക്കും അല്ലേ മാഷ്, 2025 അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളത്തിൽ കുടിവെള്ളം ഇങ്ങനെ വന്നോളും എന്ന് വിചാരിച്ചിരിക്കരുത്. എന്ത് വേണം? വെള്ളം ഉണ്ടാവണ്ടേ. അപ്പോൾ കുട്ടികളുടെ ഒരു കടമ എന്താണ്? വെള്ളം നമ്മുടെ ഭൂമിയിൽ ആഴ്ന്നിറങ്ങാൻ വേണ്ടിയുള്ള ഇടപെടൽ നമ്മുടെ കുട്ടികൾക്ക് നടത്താം. മാലിന്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലപോലെ പറഞ്ഞു. ആ മാലിന്യം ഉണ്ടാക്കുന്നവരാരൊക്കെയാണ്? നമ്മളൊക്കെയാണ്. അത് സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായിരിക്കണം? നമുക്കായിരിക്കണം. ആരോഗ്യത്തിൻ്റെ കാര്യം ഇവിടെ വലിയ ആശങ്കയോട് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ പകർച്ചവ്യാധി ഉണ്ടായ ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയാണ് കണക്കെടുത്ത്. അതിൽ ഏറ്റവും കുറഞ്ഞ പകർച്ചവ്യാധി ഉണ്ടാകുന്ന മണ്ഡലം ഏതാണ്? അത് ചേലക്കരയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ രോഗികൾക്ക് ഇങ്ങനെ ഡോക്ടർമാരിങ്ങനെ കൊപ്പം നിൽക്കുകയാണ് കുഴൽ പിടിച്ചിട്ട്. എന്താ അസുഖം അല്ലേ? അങ്ങനെ വേണ്ട. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ കൂടി തയ്യാറാകണം കേട്ടോ. എല്ലാം ഉടൻ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോവുക എന്നുള്ള അല്ല നമുക്ക് വേണ്ടത്. പല രോഗങ്ങളും നമ്മൾ വിചാരിച്ച് തന്നെ വരാതിരിക്കാൻ കഴിയും. അപ്പം അതിനുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളെക്കൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണ്? നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. നമുക്കിങ്ങനെ പറഞ്ഞു പോവുക മാത്രമല്ല, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളെക്കൊണ്ട് ഈ സമൂഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ്?
അപ്പം നമ്മൾ ഡിമാൻഡുകൾ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഓരോ കുട്ടിയും തിരിച്ചറിയും. അതാണ് സ്റ്റുഡൻസ് സഭയുടെ ലക്ഷ്യം. നമ്മളിങ്ങനെ എല്ലാം പ്രസംഗിച്ചങ്ങ് പോവുകയല്ല. പഞ്ചസാര കടലാസിൽ പൊതിഞ്ഞ് പിന്നെ കടലാസ് കഴിഞ്ഞ പഞ്ചസാരയാണെന്ന് ചോദിച്ചു അല്ലേ? പഞ്ചസാര വാങ്ങണേ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അച്ഛന്മാർ പറ്റിച്ചതാണത്. പൈസ ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ, പഞ്ചസാര മേടിക്കാൻ പറ്റില്ല. ആ പഞ്ചസാര മേടിക്കാനുള്ള പൈസ ഇല്ലാത്തടത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ? പഞ്ചസാര പിന്നെ തരാട്ടോ, ഇതിപ്പോൾ കടലാസ് പിടിച്ചോ, ഇത് പഞ്ചസാര പൊതിഞ്ഞ കടലാസ് എന്നൊക്കെ പറയും. അങ്ങനെയല്ല. അപ്പം നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നാം ലക്ഷ്യം വയ്ക്കുന്ന സ്റ്റുഡൻസ് സഭ അത് കേവലം ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുകയല്ല, ഓരോ കുട്ടികളുടെയും ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടാകും. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം അല്ലേ? ഒരു സൈഡ് മാത്രമല്ല, അപ്പുറത്തെ സൈഡ് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾക്ക് ഉത്തമരായ കുട്ടികളായി വളർന്നു വരാൻ വേണ്ടി കഴിയും. പറഞ്ഞ കുഴപ്പമുണ്ടോ? ശരിയല്ലേ? അതാണ് നമ്മുടെ അച്ഛൻ അമ്മയൊക്കെ നമ്മളെ നല്ലപോലെ പഠിപ്പിക്കാൻ വേണ്ടി പൈസ ചിലവാക്കും. നമ്മൾ പഠിച്ചില്ലെങ്കിലോ എന്തായിരിക്കും? അവർ കഷ്ടപ്പെട്ടത് വെറുതെയില്ലേ? നമ്മൾ നല്ല വ്യക്തികളായില്ലെങ്കിലോ അവർ കഷ്ടപ്പെട്ട വെറുതെയില്ലേ? അപ്പോൾ സമൂഹത്തിൽ തെറ്റായ ഒരുപാട് പ്രവണതകളുണ്ടാവും. അതിലേക്ക് പോകാൻ നമുക്ക് തോന്നും. അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. എവിടെ വേണമെങ്കിലും മദ്യം വെച്ചോട്ടെ, മനസ്സിലായോ? മദ്യം കുടിക്കില്ല, കുടിക്കരുത് എന്ന് തീരുമാനിച്ച ആൾ കുടിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ 96 മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അട്ടപ്പാടിയിൽ പോയപ്പോൾ ഒരു പ്രസംഗം നടത്തി. ഞാൻ പറഞ്ഞു, അട്ടപ്പാടിയിലെ പാവപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പദ്ധതികളും ഒരുപാട് പൈസയും ചിലവാക്കി. എന്നാൽ അതിൻ്റെ വേണ്ടത്ര പ്രയോജനം അവർക്ക് കിട്ടിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ നടപ്പിലാക്കിയ പദ്ധതികളുടെ പാളിച്ചകളാണ്, അതിൽ നടന്ന അഴിമതിയാണ്, തട്ടിപ്പാണ്. അതോടൊപ്പം തന്നെ ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെയും കുറവ് നമുക്ക് സംഭവിച്ചു പോയി. അതിൻ്റെ പ്രധാന കാരണം കിട്ടിയ ആനുകൂല്യം നമ്മൾ ചെലവഴിച്ചത് വേറെ ചില സ്ഥലത്തേക്കാണ്. ഞാൻ മദ്യം എന്ന് പറഞ്ഞില്ല, വേറെ ചില സ്ഥലത്തേക്കാണ് ഒക്കെ ചിലവാക്കിയിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന ആളുകളെല്ലാം എന്നെ വളരെ ദേഷ്യത്തിലാണ് നോക്കിയത്. അത് കഴിഞ്ഞ ശേഷം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വന്നു. ആ മെമ്പർ വന്നിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ആദിവാസികൾ രക്ഷപ്പെടാത്തത് അവർ മദ്യം കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസയെല്ലാം മദ്യത്തിന് ചിലവാക്കുന്നു. ഈ മന്ത്രിക്കറിയാത്തൊരു കാര്യമുണ്ട്. എന്താണ്? അതായത് പകലന്തിയോളം പണിയെടുത്താൽ മേലും കൈയും വേദന മാറണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കുടിക്കണം. ഇത് പറഞ്ഞോടുകൂടി ആ ഹോള് പൊട്ടുമാറി ഉച്ചത്തിലാണ് ഫാദർ കൈഡി. ഞാനിത് കുടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുഴപ്പമെന്ന് പറഞ്ഞു. കുടിക്കുന്നതെന്ന് പറഞ്ഞില്ല, ഞാൻ വേറെ അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് പറയുന്നത്, ഈ മന്ത്രിക്ക് ഇത് അറിയില്ല, പണിയെടുത്തു കഴിഞ്ഞാൽ ദേഹം വേദന എടുക്കും, കൈയും കാലും വേദന എടുക്കും. അങ്ങനെ വേദന എടുക്കുമ്പോൾ അവർ കുടിച്ച് ആ വേദന മാറ്റും. അത് മന്ത്രിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വരില്ലേ? അപ്പോൾ ഞാൻ മൈക്ക് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്ല് ചുമക്കാൻ പോയവനാണ്. എത്രാം ക്ലാസ്സിൽ? 4. അന്ന് കൂലി എത്രയെന്നറിയുമോ? 1 രൂപ. എന്നെ പഠിപ്പിച്ച ടീച്ചറുണ്ട്, ബേബി ടീച്ചർ. ടീച്ചറുടെ പെരയ്ക്ക് തറ പണിയുമ്പോൾ ഞാൻ കല്ല് ചുമക്കാനും പണിയെടുക്കാനും കൂടിയതാണ്. അന്ന് എനിക്ക് 2 രൂപ കൂലി. അതിനുശേഷം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കന്നുകൂട്ടാൻ പോയതാണ്. അന്ന് കൂലി എത്രയാണെന്നറിയോ? അന്ന് 8 രൂപ കൂലി. കാരണം 2 പോത്തുണ്ടല്ലോ അല്ലേ? പക്ഷേ ഒരു കൂലിപ്പണിക്കാരൻ്റെ കൂടെ 2 പോത്തുണ്ടെങ്കിൽ കൂലി കൂടും, 8 രൂപയ്ക്കാണ്. ഞാൻ ആദ്യമായി തേയില എസ്റ്റേറ്റിൽ പണിയെടുക്കാൻ പോകുമ്പോൾ എനിക്ക് കിട്ടിയ കൂലി 5 രൂപയാണ്. അപ്പോൾ എല്ലാ പണിയും ചെയ്ത എന്നോടാണ് പറയും പണിയെടുക്കുമ്പോൾ. എനിക്കൊരിക്കലും, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് പാടത്തെ എല്ലാ പണിയും എനിക്കറിയാം. കൊയ്യാനറിയാം, മെതിക്കാനറിയാം, കറ്റയിട്ടാനറിയാം, വരമ്പ് വയ്ക്കാനറിയാം, കന്നുകൂട്ടറിയാം, നടാനറിയാം, എല്ലാം അറിയാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കള്ളു കുടിക്കണം തോന്നിയിട്ടില്ല. ആ മേലും കൈയും വേദന വേണം കുടിക്കണ്ടോ? വേണ്ട എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതാണ്. അപ്പോൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം അപ്പുറത്ത് നടക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ തിരിച്ച് ചിന്തിക്കണം അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു നല്ല സമൂഹം ഉണ്ടാവുക. പണിയെടുത്തുകൊണ്ട് കള്ളു കുടിച്ചോളം നിർബന്ധമില്ല അല്ലേ? അപ്പുറത്ത് സാമൂഹികമായിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണമെന്നില്ല. അവിടെ മദ്യവും മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റ് ഈ ലഹരി വസ്തുക്കളോ കുട്ടികൾക്ക് കൊടുക്കാൻ അതിൻ്റെ കൂടെ കൂടേണ്ട ആവശ്യമില്ല നമുക്ക്.
അതിനെതിരായി നിന്ന് കഴിഞ്ഞാൽ ആകെ അങ്ങ് തകർത്ത് കളയും എന്നുള്ള വിശ്വാസമുണ്ട്. നമ്മൾ കൂട്ടായി നിന്ന് കഴിഞ്ഞാൽ ഏത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെയും നമുക്ക് ഇല്ലായ്മ ചെയ്യാനും കഴിയും. അപ്പം അങ്ങനെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തലമുറയായി നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റുഡൻറ് സഭയിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളെല്ലാം നിങ്ങൾ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റംഗങ്ങളും കേട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉയർത്തിയ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കും. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ പദ്ധതി രൂപീകരണ സമയമാണിപ്പോൾ. ആ പദ്ധതിയുടെ കരട് രൂപങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് എൻ്റെ ചർച്ച നടക്കുന്നത്. അത് ഫൈനൽ ഷേപ്പ് എത്തിക്കുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഏതെല്ലാം കൂട്ടിച്ചേർക്കാൻ കഴിയും അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തുകളുടെ പദ്ധതി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി, ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി എല്ലാം നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ സ്റ്റുഡൻസ് സഭ ഇന്ന് അവസാനിപ്പിച്ചു പോകാൻ ഇനിയും നമുക്ക് ചേരേണ്ടി. സ്റ്റുഡൻസ് സഭ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് ഇവിടെ നമ്മുടെ ജസ്റ്റിസ് പറഞ്ഞ പോലെ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചകൾ നമുക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. ഒരേ ഒരു വിഷയമല്ല, വികസനം മാത്രം വന്നുകൊണ്ട് സമൂഹം നിലനിന്ന് പോകില്ല. കാരണം എന്താണ്? വികസനത്തിൻ്റെ നേട്ടം ചില ആളുകൾ കൊയ്യാൻ തുടങ്ങും, ബാക്കിയുള്ളവർക്ക് കിട്ടാതെ വരും. അപ്പോൾ വികസനത്തോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞു ജനാധിപത്യ ബോധമുള്ള, പൗരബോധമുള്ള, തുല്യതാബോധമുള്ള ഒരു സൊസൈറ്റി കൂടി നമുക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായി. നമ്മളിൽ വ്യത്യസ്ത ജാതിക്കാരുണ്ട്, മതക്കാരുണ്ട്, അല്ലേ? അവരെല്ലാം ഒരുപോലെയായി ജീവിച്ചു പോയില്ലെങ്കിൽ പ്രശ്നമാണെന്ന് ഞാൻ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഉന്നതമായ വ്യക്തിത്വങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. തുടർന്നും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളും പരിസരമൊക്കെ വൃത്തിയാക്കാൻ നമുക്ക് കഴിയുമല്ലോ, അല്ലേ? നമ്മൾ വിചാരിച്ച ടോയ്ലറ്റ് നന്നാക്കിക്കൂടെ? ഇത് മന്ത്രി ടോയ്ലറ്റ് നന്നാക്കാൻ പറഞ്ഞത് അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കരുത്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ചെറിയ കളക്ഷൻ എടുത്തുകൊണ്ട് ചില കുട്ടികൾക്ക് വീടുണ്ടാക്കി കൊടുത്തല്ലോ, അല്ലേ? ഓരോ സ്കൂളിലും കുട്ടികൾ വിചാരിച്ചാൽ പറ്റുമല്ലോ. അവർക്ക് പോക്കറ്റ് മണിയായി കിട്ടുന്ന പൈസയെല്ലാം സ്വരൂപിച്ചുകൊണ്ട് തൻ്റെ സഹപാഠി ഏറ്റവും അവശരാണ്, അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചു. അപ്പോൾ വീടായി അവർക്കല്ലേ? അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മൾ നാശമാക്കി കളയുന്ന, ആവശ്യമില്ലാതെ ചിലവഴിക്കുന്ന പൈസയൊക്കെ സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഭൗതികത, അവിടെ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ നമുക്ക് നടത്തിക്കൂടെ? ഇപ്പം നമ്മളൊരു പരിപാടി നടത്തിച്ച് ക്ലീൻ ചേലക്കര എന്നുള്ള പദ്ധതി നടപ്പിലാക്കി. നല്ല വിജയമാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും എല്ലാ പൊതുസ്ഥലങ്ങളും എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ തന്നെയാണ് പരിസര ശുചീകരണത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ വരേണ്ടത്. അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ നല്ല ബോധമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ നന്നാവും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കെല്ലാം ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ മറുപടി പ്രസംഗം അവസാനിപ്പിക്കും.